हरे कृष्णा कृष्ण कृष्ण हरे हरे, हरे राम 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 हरे हरे। ओम नमो भगवते वासुदेवाय। ओम नमो भगवते वासुदेवाय। ओम नमो भगवते वासुदेवाय। ओम ज्ञानतिमिरान्धस्य ज्ञानाञ्जनशलाकया चक्षुरुन्मिलितं येन तस्मै श्रीगुरवे नमः। श्रीचैतन्यमनोभीष्टं स्थापितं येन भूतले स्वयं रूपा कदा मह्यं ददाति स्वपदान्तिकम्। वन्देऽहं श्रीगुरो श्रीयुतपदकमलं श्रीगुरुं वैष्णवांश्च श्रीरूपं साग्रजातं सहगणरघुनाथान्वितं तं सजीवं साद्वैतं सावधूतं परिजनसहितं कृष्णचैतन्यदेवं श्रीराधा कृष्णपादान् सहगणललिता श्रीविशाखान्वितांश्च। हे कृष्णा करुणा सिन्धो दीनबन्धो जगत्पते गोपेशा गोपिका कान्ता राधा कान्ता नमोऽस्तुते। तप्त काञ्चन गौराङ्गी राधे वृन्दावनेश्वरी वृषभानुसुते देवे प्रणमामि हरिप्रिये। वाञ्छाकल्पतरुभ्यश्च कृपासिन्धुभ्येव च पतितानां पावनेभ्यो वैष्णवेभ्यो नमो नमः। नमो विष्णुपादाय कृष्णप्रेष्ठाय भूतले श्रीमते भक्तिवेदान्तस्वामिनिति नामिने। नमस्ते सरस्वती देवे गौरवाणी प्रचारिणे निर्विशेषशून्यवादी पाश्चात्यदेशतारिणे। जय श्री कृष्ण चैतन्य प्रभु नित्यानंद श्री अद्वैत गदाधर श्रीवासादि गौरभक्तवृंद। हरे कृष्णा कृष्ण कृष्ण हरे हरे, हरे राम 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 हरे हरे। हरे कृष्णा कृष्ण कृष्ण हरे हरे, हरे राम 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 हरे हरे। हरे कृष्णा कृष्ण कृष्ण हरे हरे, हरे राम 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 हरे हरे। मुखं करोति वाचालं पङ्गुं लङ्घयते गिरिं यत्कृपातमहं वन्दे श्रीगुरुदीनतारिणं परमानन्दमाधवं श्रीचैतन्यमीश्वरम्। ഹരേ കൃഷ്ണ. എല്ലാ പ്രിയപ്പെട്ട ഭക്തർക്കും എൻ്റെ വിനീതമായ പ്രണാമം. ഗ്രന്ഥ ശ്രീമദ് ഭാഗവതം പ്രഥമസ്കന്ധം അധ്യായം 9 ഭീഷ്മ പിതാമഹൻ ഭീഷ്മസ്തുതി ആണ് നമ്മൾ ചർച്ച ചെയ്യുന്നത്. ശ്ലോകം നമ്പർ 40 അല്ലേ? Yes, Prabhu. 40 ആണ്. ഓക്കെ ഓക്കെ. അപ്പൊ 40ാമത്തെ ശ്ലോകം നമുക്ക് നോക്കാം. അത് കഴിഞ്ഞ് ശീലപ്രഭുപാജി ഭാവാർത്ഥത്തിൽ എന്ത് പറയുന്നു പഠിക്കാം. അതിനുശേഷം സമയമുണ്ടെങ്കിൽ ഭീഷ്മസ്തുതി നമുക്ക് ഒരുമിച്ച് എല്ലാവർക്കും ഒരു പ്രാവശ്യം ചൊല്ലാം. 40. ലളിതഗതിവിലാസവൽഗുഹാസ പ്രണയനിരീക്ഷണകൽപിതോരുമാനാ कृतमनुकृतवत्य उन्मदान्दाः प्रकृतिमकङ्किलयस्य गोपवध्वा. ആരെങ്കിലും ഒരാൾ ശ്ലോകം വായിക്കുന്നു? 2-3 പേര്. കൃഷ്ണ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. ലളിതഗതി വിലാസവൽഗുഹാസ പ്രണയ നിരീക്ഷണ കൽപ്പിതോരുമാനാ കൃതമനുകൃതവത്യ ഉന്മദാന്ത പ്രകൃതിമകൻകിലയസ്യ ഗോപവധ്വാ. കൃഷ്ണ. ഹരേ കൃഷ്ണ. വേറെ ആരെങ്കിലും? ഹരേ കൃഷ്ണ. ആരുമില്ല. Hare ഓക്കെ Krishna, Prabhu. വായിക്കാം, Prabhu.
ലളിതഗതിവിലാസവൽഗുഹാസ പ്രണയ നിരീക്ഷണ കൽപ്പിതോരുമാന കൃതമനുകൃതവത്യ ഉന്മദാന്ത പ്രകൃതി മകൻ കില യസ്യ ഗോപവദ്വ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ഒരാൾക്കും കൂടെ വായിക്കാം. ഹരേ കൃഷ്ണ പ്രഭുജി. ഓം നമോ ഭഗവതേ വാസുദേവായ. ലളിതഗതി വിലാസവൽഗുഹാസ പ്രണയ നിരീക്ഷണ കൽപ്പിതോരുമാന കൃതമനുകൃതവത്യ ഉന്മദാന്ത പ്രകൃതി മകൻ കില യസ്യ ഗോപവദ്വാ. ഹരേ കൃഷ്ണ. താങ്ക് യു. വേറെ ആരെങ്കിലും വിവർത്തനം ഭാവാർത്ഥം കൂടെ വായിക്കും? ഹരേ കൃഷ്ണ പ്രഭുജി, ഞാൻ വായിക്കട്ടെ. ഹരേ കൃഷ്ണ. വായിക്കൂ. വിവർത്തനം ആൻഡ് ഭാവാർത്ഥം ബൈ ഭക്തിവേദാന്ത സ്വാമി പ്രഭുപാദജി കി ജയ്. വിവർത്തനം. ആരുടെ ചലനങ്ങളും പ്രേമപൂർവമായ മന്ദസ്മിതങ്ങളുമാണോ വ്രജധാമത്തിലെ കന്യകമാരെ ഗോപികമാരെ വശീകരിച്ചത്, ആ ശ്രീകൃഷ്ണ ഭഗവാനിൽ എന്റെ മനസ്സ് ഉറച്ചു നിൽക്കണമേ. രാസനൃത്തത്തിൽ നിന്നും ഭഗവാൻ അപ്രത്യക്ഷനായ ശേഷം വ്രജകന്യകമാർ ഭഗവാന്റെ സവിശേഷമായ ചലനങ്ങളെ അനുകരിച്ചു. ഭാവാർത്ഥം. പ്രേമയുധ സേവനത്തിൽ തീവ്രമായ ഹർഷോന്മാദത്താൽ വ്രജഭൂമിയിലെ കന്യകമാർ ഭഗവാനോടൊപ്പം സമനിലയിൽ നൃത്തം ചെയ്തും ദാമ്പത്യ പ്രേമത്തിൽ ഭഗവാനെ ആലിംഗനം ചെയ്തും ഫലിതമായി അവിടത്തെ നോക്കി മന്ദഹസിച്ചും പ്രേമപൂർവമായി അവിടത്തെ കടാക്ഷിച്ചും ഭഗവാനുമായി ഗുണപരമായ ഏകതത്വത്തെ ആർജിച്ചു. അർജുനനുമായുള്ള ഭഗവാന്റെ ബന്ധം ഭീഷ്മദേവനെ പോലുള്ള ഭക്തർക്ക് നിസംശയം സ്തുത്യർഹമാകുന്നു. എന്നാൽ ഭഗവാനുമായുള്ള ഗോപികമാരുടെ ബന്ധം അതിനേക്കാൾ കൂടുതൽ പരിശുദ്ധമായ പ്രേമയുധ സേവനമാകയാൽ അധികതരമായി സ്തുത്യർഹമാകുന്നു. ഭഗവത് കൃപയാൽ സാരഥിയായി സഖാവെന്ന നിലയിലുള്ള ഭഗവാന്റെ സേവനം ലഭ്യമാകുന്ന വിധം ഭാഗ്യവാനായിരുന്നു അർജുനൻ. എന്നാൽ ഭഗവാൻ അർജുനന് സമാന ശക്തി നൽകി അനുഗ്രഹിച്ചില്ല. ഭഗവാനുമായി സമനില പ്രാപ്തമാക്കിയ ഗോപികമാർ പ്രായോഗികമായി ഭഗവാനുമായി താതാത്മ്യത്തിലായിത്തീർന്നു. ഗോപികമാരെ സ്മരിക്കാനുള്ള ഭീഷ്മദേവന്റെ അഭിലാഷം ജീവിതാന്ത്യത്തിൽ അവരുടെയും കാരുണ്യം പ്രാപ്തമാക്കാനുള്ള പ്രാർത്ഥനയാകുന്നു. തന്റെ പരിശുദ്ധ ഭക്തർ പ്രകീർത്തിക്കപ്പെടുമ്പോൾ ഭഗവാൻ അധികം സംതൃപ്തനാകുന്നു. ആയതിനാൽ തന്റെ പ്രഥമ ആകർഷണീയ വിഷയമായ അർജുനന്റെ പ്രവൃത്തികളെ മാത്രമല്ല ഭഗവാന്റെ പ്രേമയുധ സേവനം സമർപ്പിക്കാനുള്ള അനുഭവമായ അവസരങ്ങളാൽ സമ്മാനിതരായ ഗോപികമാരെയും ഭീഷ്മദേവൻ പ്രകീർത്തിച്ചു. ഭഗവാനുമായുള്ള ഗോപികമാരുടെ സമത്വം അവ്യക്തിഗതവാദികളുടെ സായുജ്യമുക്തിയെ പോലെയാണെന്ന് ഒരിക്കലും തെറ്റിദ്ധരിക്കരുത്. കാമുകന്റെയും പ്രേയസിയുടെയും താല്പര്യങ്ങൾ അഭിന്നമായി തീരുന്നതിനാൽ വേദഭാവം പൂർണ്ണമായും ഉന്മൂലനം ചെയ്യപ്പെടുന്ന സമ്പൂർണ്ണ ഹർഷോന്മാദത്തിലുള്ള സമത്വമാണത്. ഹരേ കൃഷ്ണ. താങ്ക് യു പ്രഭുജി. ഹരേ കൃഷ്ണ. താങ്ക് യു. മനോഹരമായിട്ടുള്ള ശ്ലോകം. എല്ലാ സ്തുതികളും ഭീഷ്മ പിതാമഹന്റെ ഓരോ അദ്ദേഹം ഭഗവാനെ സ്തുതിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ നമ്മൾ കാണുന്നു ശ്ലോകം നമ്പർ 32 മുതലാണ് തുടങ്ങുന്നത്, ഭീഷ്മസ്തുതി തുടങ്ങുന്നത്. ഭീഷ്മ പിതാമഹൻ ചിന്തിക്കുകയാണ്, എൻ്റെ ആരാധനാ പുരുഷൻ എൻ്റെ മുമ്പിൽ വന്നിരിക്കുന്നു. ഞാൻ മരിക്കാൻ പോകുന്ന സമയത്ത് എൻ്റെ അവസാന നിമിഷങ്ങളിൽ എന്നെ കാണാൻ വേണ്ടി അദ്ദേഹത്തിന്റെ മഹാകാരുണ്യം കൊണ്ട് അദ്ദേഹം വന്നിരിക്കുകയാണ് എൻ്റെ മുമ്പിൽ. അതുകൊണ്ട് ഞാൻ അദ്ദേഹത്തിന് കൊടുക്കാൻ പറ്റുന്ന ഏറ്റവും നല്ല ഒരു സമ്മാനം തിരിച്ച് എനിക്ക് കൊടുക്കണം എന്ന് ഉള്ള ഒരു ഭാവത്തോടു കൂടിയിട്ടാണ് അദ്ദേഹം ഈ സ്തുതികൾ ചെയ്യുന്നത്. കാര്യം ഭീഷ്മ പിതാമഹന്റെ ചിന്തകൾ അവിടെ ശരശയിൽ കിടക്കുന്ന സമയത്ത് അദ്ദേഹം ചിന്തിക്കുകയാണ് ഭഗവാനെ കുറിച്ച്, ഭഗവാനെ മെഡിറ്റേറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അദ്ദേഹം ആലോചിക്കുകയാണ്, ഞാൻ ആ മെഡിറ്റേറ്റ് ചെയ്യുന്ന കാര്യം, ഞാൻ ഇവിടെ ഇരിക്കുമ്പോൾ ഈ ഒരു അവസരത്തിൽ ഞാൻ ഭഗവാനെ കുറിച്ച് ചിന്തിക്കുകയാണ്. ആ ചിന്തിക്കുന്ന കാര്യം തന്നെ ഞാൻ ഒരു സമ്മാനമായിട്ട്, ഒരു ഗിഫ്റ്റായിട്ട് ഞാൻ എൻ്റെ ഭഗവാന്റെ മുമ്പിൽ സമർപ്പിക്കട്ടെ സ്തുതിയുടെ രൂപത്തിൽ
സ്തുതിയായിട്ട് അത് സമർപ്പിക്കുകയാണ്. അപ്പോൾ ഭീഷ്മ പിതാമഹൻ ഇതെല്ലാം കണ്ടുകൊണ്ടിരിക്കുകയാണ്. അദ്ദേഹത്തിന്റെ ഹൃദയത്തിൽ വരുന്ന ഒരു സീനുകളാണ് ഇതെല്ലാം. അദ്ദേഹം വെറുതെ പറയുന്നതല്ല. ഭീഷ്മ പിതാമഹൻ കാണുന്നു, അദ്ദേഹത്തിന്റെ ഹൃദയത്തിൽ ഇതെല്ലാം തെളിഞ്ഞു വരുവാണ്. അപ്പൊ ആ തെളിഞ്ഞു വരുന്നത് അദ്ദേഹം സ്തുതി രൂപത്തിൽ പുറത്ത് ഭഗവാനെ സമർപ്പിക്കുന്നു, ശ്ലോകം ചൊല്ലിക്കൊണ്ട്, സ്തുതി ചൊല്ലിക്കൊണ്ട്. അതാണ് ഭീഷ്മ സ്തുതി. അങ്ങനെ നമ്മൾ കണ്ടു, ആദ്യത്തെ ശ്ലോകത്തിൽ ഭഗവാൻ പറയുന്നു, ഭീഷ്മ പിതാമഹൻ പറയുന്നു, എൻ്റെ ചിന്തകളും എൻ്റെ എല്ലാ തരത്തിലുള്ള ആഗ്രഹങ്ങളും എനിക്ക് തോന്നുന്ന കാര്യങ്ങളും എൻ്റെ തോന്നലുകളും അല്ലെങ്കിൽ ഫീലിങ്സും ഞാൻ എല്ലാം ഭഗവാനിൽ സമർപ്പിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ടാണ് അദ്ദേഹം ആരംഭിക്കുന്നത്. അതിനുശേഷം പിന്നെ അദ്ദേഹം ഭഗവാന്റെ ആ സ്വരൂപത്തെ ഓർക്കുന്നു. 33-ാമത്തെ ശ്ലോകത്തിൽ അതായത് വിജയസഖ എന്ന് പറഞ്ഞ് ഭീഷ്മ പിതാമഹൻ കൃഷ്ണനെ അഭിസംബോധന ചെയ്യുന്നു. അപ്പോൾ ഭഗവാന്റെ ഭഗവാൻ എപ്പോഴും ഇഷ്ടപ്പെടുന്നത് അദ്ദേഹത്തിന്റെ ഭക്തരുടെ പേരുമായിട്ട് ചേർത്തുകൊണ്ട്, കണക്ട് ചെയ്തുകൊണ്ട് അദ്ദേഹത്തെ അഭിസംബോധന ചെയ്യുമ്പോഴും, അല്ലെങ്കിൽ ഭക്തരെ കുറിച്ച്, അദ്ദേഹത്തിന്റെ പ്രിയപ്പെട്ട ഭക്തരെ സ്തുതിക്കുമ്പോഴൊക്കെയാണ് ഭഗവാൻ കൂടുതൽ ഇഷ്ടപ്പെടുന്നത്. വിജയസഖ എന്ന് വിളിക്കുമ്പോൾ, വിജയസഖ എന്ന് വിളിക്കുമ്പോൾ ഭഗവാൻ കൃഷ്ണന് ഒരുപാട് സന്തോഷം കൊടുക്കുമെന്ന് ഭീഷ്മ പിതാമഹന് അറിയാം. അപ്പൊ അതുകൊണ്ട് തന്നെ അങ്ങനെയാണ് അദ്ദേഹം വിളിക്കുന്നത്. അവിടെ ഭഗവാന്റെ ആ സ്വരൂപത്തെക്കുറിച്ച്, അദ്ദേഹത്തിന്റെ ആ ശ്യാമസുന്ദര രൂപത്തെക്കുറിച്ചൊക്കെ അവിടെ വർണ്ണിക്കുന്നു. അദ്ദേഹത്തിന്റെ വസ്ത്രത്തെക്കുറിച്ച് വർണ്ണിക്കുന്നു. ഇതൊക്കെയാണ്. മുടിയെ കുറിച്ച് പറയുന്നു. ത്രിഭുവന കമനം തമാലവർണം രവികര ഗൗരവരാംബരം ദധാനെ. അതാണ് ആ ശ്ലോകത്തിൽ പറയുന്നത്. വപുരലക കുലാവൃതാനാബ്ജം വിജയസഖേരതിരഷ്ടമേ നവത്തിയ. അപ്പോൾ ഭഗവാന്റെ ആ സൗന്ദര്യത്തെ ആണ് അവിടെ, ആ ഫോം, ഭഗവാന്റെ രൂപത്തെ വർണ്ണിക്കുന്നു അദ്ദേഹം. അവിടെ നിർത്തുന്നില്ല. അതിനുശേഷം പിന്നീട് അദ്ദേഹം ആദ്യം എക്സ്റ്റേണലി അദ്ദേഹത്തിന്റെ ശ്യാമസുന്ദര രൂപം, അദ്ദേഹത്തിന്റെ പീതാംബര വസ്ത്രത്തെക്കുറിച്ചും നല്ല ഭംഗിയുള്ള മുടിയെ കുറിച്ചുമൊക്കെ അദ്ദേഹം പറയുന്നു. അതിനുശേഷം പിന്നെ നമ്മൾ കഴിഞ്ഞ ശനിയാഴ്ച നമ്മൾ ഡിസ്കസ് ചെയ്ത ശ്ലോകമാണ് യുദ്ധി തുരഗരജോ എന്ന് തുടങ്ങുന്ന ശ്ലോകം. അവിടെ യുദ്ധകളത്തിൽ ഇരിക്കുന്നത് കൊണ്ട് അവിടെ ഒരുപാട് കുതിരകളും ആനകളും സോൾജിയേഴ്സും എല്ലാവരും ഉണ്ട്. അപ്പോൾ അവര് അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുമ്പോഴും ഓടുമ്പോഴും ചാടുമ്പോഴും ഒക്കെ ഉണ്ടാവുന്ന മണ്ണും പൊടിയും എല്ലാം ഭഗവാന്റെ ശരീരത്തിൽ അത് പതിഞ്ഞിരിക്കുന്നു. അദ്ദേഹം വിയർക്കുന്നു, മുടിയുടെ നിറം മാറിയിട്ടുണ്ട്. ഇങ്ങനെയുള്ള ഒരു രൂപം ആണ് ഭീഷ്മ പിതാമഹൻ പിന്നീട് അവിടെ വർണ്ണിക്കുന്നത്. പിന്നീട് അദ്ദേഹം 35-ാമത്തെ ശ്ലോകത്തിൽ പറയുന്നു, പാർത്ഥസഖ എന്ന് പറഞ്ഞ് വീണ്ടും അദ്ദേഹത്തെ വിളിക്കുന്നു. നേരത്തെ വിജയസഖ എന്ന് വിളിച്ചു, ഇവിടെ പാർത്ഥസഖ കൃഷ്ണനെ വിളിക്കുന്നു. എന്നിട്ട് അദ്ദേഹം പറയുന്നു, അതായത് അദ്ദേഹം അർജുനന്റെ കൂടെ ഈ ഓപ്പോസിറ്റ് ഭാഗത്ത്, അതായത് ഭീഷ്മ പിതാമഹന്റെ പാർട്ടിയുടെ ഓപ്പോസിറ്റ് പാർട്ടിയാണ് പാണ്ഡവർ അല്ലെ. നമുക്കറിയാം, കൗരവരും പാണ്ഡവരും തമ്മിലുള്ള യുദ്ധം നടക്കുമ്പോൾ ഭഗവാൻ യുദ്ധം ചെയ്യുന്നില്ലെങ്കിൽ പോലും ഭഗവാന്റെ ആ ഒരു ദൃഷ്ടിയിൽ തന്നെ എല്ലാവരുടെയും ജീവൻ അവസാനിക്കുന്നു. കാര്യം ഈ ഒരു യുദ്ധം നടക്കുന്നത് ധർമ്മയുദ്ധമാണ്. അധർമ്മികളെ അവസാനിപ്പിക്കുക എന്ന് പറയുന്നത് അത് ഭഗവാൻ ചെയ്യുന്ന ഒരു കാര്യമാണ്. ഭഗവാൻ ഇവിടെ അവതാരം എടുക്കുമ്പോൾ ചെയ്യുന്ന ഒരു കാര്യമാണ് അധർമ്മത്തെ അവസാനിപ്പിച്ച് ധർമ്മത്തെ പുനഃസ്ഥാപിക്കുക എന്നുള്ളത് അല്ലെ. യഥാ ഹി ധർമ്മസ്യ ഗ്ലാനിർഭവതി ഭാരത. ധർമ്മത്തിന് ഗ്ലാനി സംഭവിക്കുമ്പോൾ ഭഗവാൻ അവതരിക്കുന്നു, എന്നിട്ട് അത് പുനഃസ്ഥാപിക്കുന്നു. അപ്പോൾ അതാണ് ഈ ഒരു ധർമ്മയുദ്ധം എന്ന് വിളിക്കുന്നത്. ഈ ഒരു കുരുക്ഷേത്ര യുദ്ധഭൂമിയിൽ കുരുക്ഷേത്ര യുദ്ധഭൂമിയിൽ അർജുനന്റെ കഴിവ് കൊണ്ടോ പാണ്ഡവരുടെ കഴിവ് കൊണ്ടല്ല ഈ കൗരവരൊക്കെ അവസാനിക്കുന്നത്. ആക്ച്വലി ഭഗവാന്റെ പ്രസൻസ് ഉള്ളത് കൊണ്ട് മാത്രമാണ്. ഭഗവാന്റെ ദൃഷ്ടിയിൽ തന്നെ അവരുടെ കാര്യം കഴിഞ്ഞു. ഓൾറെഡി അവരുടെ ഫ്യൂച്ചർ കഴിഞ്ഞു. ഇത് നമുക്ക് കാണാം. അർജുനൻ ഭഗവത്ഗീതയില് വിശ്വരൂപം കാണുന്ന സമയത്തും അർജുനന് കാര്യം മനസ്സിലാവുന്നുണ്ട്. ആ സമയത്ത് കാണുന്നുണ്ട് ഈ പറയുന്ന എല്ലാ ആളുകളും, കൗരവര് പാർട്ടീസ് എല്ലാവരും
എല്ലാവരും ഭഗവാന്റെ ആ വിശ്വരൂപത്തിന്റെ വായുടെ അകത്തേക്ക് പോകുന്നതായിട്ടുള്ള രൂപമാണ് കാണുന്നത് അദ്ദേഹം. അപ്പൊ അതിന്റെ അർത്ഥം അവരുടെ മരണം ഉറപ്പായി, അല്ലെങ്കിൽ മരണം ഓൾറെഡി ഡിസൈഡഡ് ആണ്, ഓൾറെഡി നടന്നുകൊണ്ടിരിക്കുകയാണ്. പിന്നെ അർജുനൻ ഒരു നിമിത്തം മാത്രമാണ്. അതാണ് ഇവിടെ ഭീഷ്മ പിതാമഹൻ ഓർക്കുന്നു. അദ്ദേഹത്തിന്റെ ദൃഷ്ടിയിൽ തന്നെ എല്ലാവരുടെയും ഓപ്പോസിറ്റ് പാർട്ടിയുടെ കാര്യം കഴിയുന്നു. അതാണ് ആ ഒരു കാര്യമാണ് ഇവിടെ 35ാമത്തെ ശ്ലോകത്തിൽ ഭീഷ്മ പിതാമഹൻ ഓർക്കുന്നതും അദ്ദേഹം കാണുന്നതും അദ്ദേഹം ചൊല്ലുന്നതും. പിന്നെ 36ാമത്തെ ശ്ലോകത്തിൽ ശരണത്തെ, ഭഗവാന്റെ ആ തൃപ്പാദങ്ങളിലേക്ക് എനിക്ക് കൂടുതൽ കൂടുതൽ ആകർഷണം തോന്നാൻ വേണ്ടി ഞാൻ ആഗ്രഹിക്കുന്നു. അർജുനന് എങ്ങനെയാണോ ആത്മവിദ്യ ഭഗവത്ഗീത പറഞ്ഞു കൊടുത്തത്, അതേപോലെ അങ്ങനെ പറഞ്ഞുകൊണ്ട് അദ്ദേഹത്തെ സ്തുതിക്കുന്നു. കാര്യം അർജുനൻ കൺഫ്യൂസ്ഡ് ആയിരിക്കുന്ന സമയത്താണ് ആത്മവിദ്യ അല്ലെങ്കിൽ ഭഗവത്ഗീത പറഞ്ഞു കൊടുക്കുന്നത്. അങ്ങനെ അർജുനന്റെ എല്ലാ അവിദ്യയും മാറ്റിക്കൊടുക്കുന്നു. ആ ഭഗവാനെ, ആ കൃഷ്ണനെ, ആ ഭഗവാൻ കൃഷ്ണന്റെ ചരണങ്ങളിൽ രതി എനിക്ക് തോന്നട്ടെ എന്നുള്ള ആഗ്രഹത്തോടു കൂടി അദ്ദേഹം പ്രാർത്ഥിക്കുന്നു. 37ാമത്തെ ശ്ലോകത്തിൽ നമുക്ക് കാണാം, ഭീഷ്മ പിതാമഹൻ പറയുന്നു, അതായത് അദ്ദേഹത്തിന്റെ പ്രോമിസ്, കൃഷ്ണൻ ഒരു വ്രതമെടുത്തിരുന്നു, ആയുധം എടുക്കില്ല യുദ്ധത്തിൽ എന്നുള്ളത്. ആ പ്രോമിസ് അദ്ദേഹം ബ്രേക്ക് ചെയ്യുന്നു അദ്ദേഹത്തിന്റെ സുഹൃത്തിനെ സേവ് ചെയ്യാൻ വേണ്ടിയിട്ട്. അർജുനന്റെ പ്രൊട്ടക്ഷന് വേണ്ടിയിട്ടാണ് അദ്ദേഹം ആയുധം എടുക്കുന്നത്, അല്ലെ? അല്ലെങ്കിൽ എടുക്കില്ലായിരുന്നു. അപ്പൊ അതാണ് ഭീഷ്മ പിതാമഹൻ പറയുന്നത്, അദ്ദേഹത്തിന്റെ പ്രോമിസ് ഒക്കെ അദ്ദേഹം ബ്രേക്ക് ചെയ്യാൻ തയ്യാറാണ്. എങ്ങനെയാണെങ്കിൽ ഭക്തർക്ക് വേണ്ടി, അദ്ദേഹത്തിന്റെ പ്രിയപ്പെട്ട ഭക്തർക്ക് വേണ്ടി എന്തും ചെയ്യാൻ തയ്യാറാണ്, അത്രയും കാരുണ്യവാനാണ് എന്ന് പറഞ്ഞിട്ടാണ് അദ്ദേഹത്തെ സ്തുതിക്കുന്നത്. പിന്നീട് പിന്നെ ഭീഷ്മ പിതാമഹൻ ഓർക്കുന്നത്, ഭീഷ്മ പിതാമഹനെ അറ്റാക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് അദ്ദേഹം വരുന്ന ആ ഒരു ഭാവത്തെ, ആ ഒരു രൂപത്തെ അദ്ദേഹം ഓർക്കുന്നു ഭീഷ്മ പിതാമഹന്റെ അടുത്തേക്ക്. കാര്യം അർജുനനെ ഒരു എന്താ പറയാ, അർജുനന് ചിന്തിക്കാൻ പോലും പറ്റുന്നുണ്ടായിരുന്നില്ല, അത്രമാത്രം വേഗത്തിലായിരുന്നു ഭീഷ്മ പിതാമഹന്റെ ശരങ്ങൾ വരുന്നുണ്ടായിരുന്നത്. അർജുനന് ഒന്നും മനസ്സിലാവുന്നുണ്ടായിരുന്നില്ല എന്താ സംഭവിക്കുന്നതെന്ന് തന്നെ. സോ അങ്ങനെ കുറച്ചു നേരം കൂടെ അങ്ങനെ നിൽക്കുവാണെങ്കിൽ അർജുനന്റെ കാര്യം കഴിയുമെന്നുള്ളത് ഭഗവാൻ അറിയാം. അതുകൊണ്ട് തന്നെ ഭഗവാൻ അദ്ദേഹം ഇറങ്ങി പിന്നെ നമുക്കറിയാം എന്ത് ചെയ്യുന്നു എന്നുള്ളത്. അത് ആ ഒരു രൂപത്തെ അദ്ദേഹം ആ ഒരു കാര്യം ഓർക്കുന്നു. ഓക്കെ, ഇനി 40ാമത്തെ ശ്ലോകത്തിൽ ഇവിടെ നമ്മൾ വായിച്ചു, ലളിത ഗതി വിലാസ വൽഗുഹാസ പ്രണയ നിരീക്ഷണ കൽപ്പിതോരുമാന. ഭഗവാൻ കൃഷ്ണന്റെ ആ ഒരു രൂപമാധുര്യം, അദ്ദേഹത്തിന്റെ വൽഗുഹാസ, അദ്ദേഹത്തിന്റെ ചിരി, പ്രണയ നിരീക്ഷണ, അദ്ദേഹത്തിന്റെ എല്ലാ ഭാവങ്ങളെ കുറിച്ച് പറയുവാണ്. ഇവിടെ ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, ആ ഭഗവാൻ കൃഷ്ണൻ രാസലീലയില് വ്രജഗോപികമാരുടെ കൂടെ രാസലീല ചെയ്യുന്ന സമയത്ത് ഉണ്ടായിരുന്ന ആ ഒരു രൂപം, അല്ലെങ്കിൽ ആ ഒരു ഭാവം, അല്ലെങ്കിൽ ആ ഒരു ദർശനം, ആ ഒരു സീനാണ് ഇവിടെ ഇപ്പോൾ ഭീഷ്മ പിതാമഹൻ മെഡിറ്റേറ്റ് ചെയ്യുന്നത്. ഭീഷ്മ പിതാമഹന്റെ മെഡിറ്റേഷൻ ആണ് നമ്മൾ ഓരോ ശ്ലോകത്തിൽ കാണുന്നത്. ഇവിടെ അദ്ദേഹം മെഡിറ്റേറ്റ് ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ, ആ രാസലീലയിൽ ഉള്ള സമയത്ത് ഭഗവാൻ കൃഷ്ണന്റെ അദ്ദേഹത്തിന്റെ ചലനങ്ങളും അദ്ദേഹത്തിന്റെ പുഞ്ചിരിയും അതെല്ലാം അദ്ദേഹം ഓർക്കുന്നു, ഭഗവാന്റെ ആ സ്വരൂപത്തെ ഓർക്കുന്നു. അപ്പോൾ രാസലീലയിലെ അപ്പോൾ ഭഗവാനെ മാത്രമല്ല ഭീഷ്മ പിതാമഹൻ ഓർക്കുന്നത്, ഗോപികമാരെയും ഓർക്കുന്നു. എന്നിട്ട് പറയുന്നു, ആ ഗോപികമാര് ഭഗവാനെ ഇമിറ്റേറ്റ് ചെയ്യുന്നു. ആക്ച്വലി ഭഗവാൻ അവിടെ നിന്ന് അപ്രത്യക്ഷനാവും രാസലീല സമയത്ത്, അത് ഇടയിൽ വെച്ച്, അല്ലെ? നമുക്ക് കേട്ടിട്ടുണ്ടാവും അതെല്ലാം. ആ സമയത്ത് അതിനുശേഷം ഇവർക്ക് ഒരുപാട് വിഷമമായി ഗോപിഗീതം ചൊല്ലുന്നു, ഇതെല്ലാം നാം കേട്ടിട്ടുണ്ട്. ആ സമയത്ത് കുറെ അതായത് ഭഗവാൻ ഉണ്ടായിരുന്ന സമയത്ത് ചെയ്തിട്ടുള്ള കാര്യങ്ങളൊക്കെ ഇവരെ ഓർത്തുകൊണ്ട്, ഓർത്തുകൊണ്ട് ഇമിറ്റേറ്റ് ചെയ്യുന്ന കാര്യമാണ് പറയുന്നത്. കൃഷ്ണൻ അങ്ങനെയാണ്, കൃഷ്ണൻ ഇങ്ങനെയാണ് എന്ന് പറഞ്ഞുകൊണ്ട്. അപ്പോൾ ഈ ഒരു സീൻ ആണ് ഭീഷ്മ പിതാമഹന്റെ മുമ്പിൽ കടന്നു വരുന്നത്. ഒന്ന് നോക്കൂ, ഭീഷ്മ പിതാമഹൻ ആദ്യം ഇപ്പോൾ ബാക്കി എല്ലാ ശ്ലോകങ്ങളും നോക്കിക്കഴിഞ്ഞാലും
ഭീഷ്മസ്തുതിയില് നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ബേസിക്കലി ആ യുദ്ധകളത്തിൽ നിൽക്കുമ്പോൾ അല്ലെങ്കിൽ യുദ്ധകളത്തിൽ നടക്കുന്ന സംഭവങ്ങളും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് ഭീഷ്മ പിതാമഹന്റെ ചിന്തയിൽ വരുന്നത്. എന്നാൽ ഇടയിൽ ഇവിടെ വളരെ സ്പെഷ്യൽ ആയിട്ടുള്ളൊരു ശ്ലോകമാണ്. അതുകൊണ്ട് ഭീഷ്മ പിതാമഹൻ വ്രജഗോപികമാരെയും വൃന്ദാവനത്തെയും ഓർക്കുന്നു. കുരുക്ഷേത്ര ഹസ്തിനാപുരത്തിൽ നടക്കുന്നതാണ്. വൃന്ദാവനത്തിൽ വെച്ചിട്ടല്ല ഇത് സംഭവിക്കുന്നത്. എന്നാൽ അദ്ദേഹം വൃന്ദാവനത്തിലെ കൃഷ്ണനെ ഓർക്കുന്നു. ഭീഷ്മ പിതാമഹൻ അറിയാം, ഭീഷ്മ പിതാമഹനെ പോലുള്ള ശുദ്ധഭക്തൻ അറിയാം, വൃന്ദാവനത്തിലെ കൃഷ്ണനും വൃന്ദാവനത്തിലെ ഭക്തരും കഴിഞ്ഞിട്ടേ ഉള്ളൂ ബാക്കി എല്ലാവരും എന്നുള്ളത്. ഈ ഒരു കാര്യം ഭീഷ്മ പിതാമഹനും കൂടെ പ്രൂവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇവിടെ. അല്ലെങ്കിൽ അദ്ദേഹം വൃന്ദാവനത്തെ കുറിച്ച് ഓർക്കേണ്ട ഒരു ആവശ്യമില്ല. കാര്യം കൃഷ്ണന്റെ ബാല്യലീലകളും 10-11 വയസ്സ് വരെ മാത്രം ആ സമയത്ത് നടന്നിട്ടുള്ളതാണ് വൃന്ദാവനത്തിലെ ലീലകൾ. അതിനുശേഷം അദ്ദേഹം മധുരയിലേക്ക് പോകുന്നു, പിന്നീട് ദ്വാരകയിലേക്ക് പോകുന്നു. എന്നാൽ ആ സമയത്ത് ഏറ്റവും ഗുഹ്യമായിട്ടുള്ളത് അല്ലെങ്കിൽ ഏറ്റവും സ്പെഷ്യൽ ആയിട്ടുള്ളത് ആ ലീലകൾ നടന്നിട്ടുള്ളത് വൃന്ദാവനത്തിലാണ് എന്നുള്ളതും അവിടുത്തെ വ്രജവാസികളെ പോലുള്ള ശുദ്ധഭക്തര് വേറെ എവിടെയും ഇല്ല എന്നുള്ളതും അദ്ദേഹത്തിന് അറിയാം. ആ സത്യം അദ്ദേഹത്തിന് അറിയാം. അദ്ദേഹം അതുകൊണ്ടാണ്, അല്ലെങ്കിൽ ഒന്ന് ആലോചിച്ച് നോക്കൂ, ഈ ഒരു സിറ്റുവേഷനില് അവിടുത്തെ വൃന്ദാവനത്തിലെ രാസലീലയും ഗോപികമാരെയും ഓർക്കണമെങ്കിൽ ഭീഷ്മ പിതാമഹന്റെ ഹൃദയം വൃന്ദാവനത്തിലുണ്ട്. വൃന്ദാവനത്തിലെ ശ്യാമസുന്ദരന്റെ ആ ഒരു തൃപ്പാദങ്ങളിൽ അദ്ദേഹം ഓൾറെഡി അട്രാക്റ്റഡ് ആണ്. അല്ലെങ്കിൽ അദ്ദേഹത്തിന് ഇത് ചിന്തിക്കാൻ സാധിക്കില്ല. കാര്യം അദ്ദേഹം കാണുമ്പോഴൊക്കെ, അദ്ദേഹം കണ്ടിട്ടുള്ളതും ഒക്കെ, അദ്ദേഹം ഒന്നും ബാല്യലീലകൾ കണ്ടിട്ടില്ല, അദ്ദേഹം വൃന്ദാവന ലീലകൾ കണ്ടിട്ടില്ല, അതാണ്. എന്നാൽ കേട്ടിട്ടുണ്ട്. അപ്പോൾ അദ്ദേഹത്തിന് അതിന്റെ വൃന്ദാവനത്തിലെ ലീലകളും വ്രജവാസികളുടെയും മഹത്വം അറിയാവുന്നത് കൊണ്ടാണ് ഇവിടെ വൃന്ദാവനത്തെയും വൃന്ദാവനത്തിലെ വ്രജവാസികളും അതിൽ വെച്ച് ഗോപികമാര് ഏറ്റവും വരിഷ്ഠരായിട്ടുള്ള ഭഗവാന്റെ പ്രിയപ്പെട്ട അതിപ്രിയപ്പെട്ട ഭക്തരായിട്ടുള്ള ഗോപികമാരെ സ്തുതിക്കുന്നത്. അപ്പൊ ഗോപികമാരുടെ സ്ഥാനം ഭീഷ്മ പിതാമഹനും അറിയാം. ഗോപികമാര് കഴിഞ്ഞിട്ടേ ഉള്ളൂ മറ്റുള്ളവര് എന്നുള്ളത്, അവരുടെ സ്ഥാനം, അവരുടെ ആ പ്രേമയുധ ഭക്തിയുധ സേവനങ്ങളിൽ നമ്മളൊന്ന് ഹൈറാർക്കി വെക്കുമ്പോൾ നോക്കുമ്പോൾ എല്ലാവരും ഭഗവാന്റെ ഭക്തർ എല്ലാവരും ഭഗവാനെ സേവിക്കുന്നു. പക്ഷെ ഗോപികമാര് വളരെ സ്പെഷ്യലാണ്, അല്ലെ? ഈ ഒരു കാര്യം നമുക്കറിയാം. ഉദ്ധവര് അവിടെ വരുന്ന സമയത്ത് കൃഷ്ണനെ, വൃന്ദാവനത്തിലെ വ്രജവാസികളെ ഉപദേശിക്കാൻ വേണ്ടി അദ്ദേഹത്തെ കൃഷ്ണൻ പറഞ്ഞു വിടുന്നുണ്ട്, അല്ലെ? ഉദ്ധവ സന്ദേശം. ആ സമയത്ത് അദ്ദേഹവും ചിന്തിക്കുന്ന ഒരു ഇവിടെ ഒരു പുല്ലായിട്ട് ജനിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു എന്നാണ് അദ്ദേഹം പറയുന്നത്. കാര്യം അദ്ദേഹത്തിന് മനസ്സിലായി അവിടെ വന്നതിന് ശേഷം അദ്ദേഹത്തിന്റെ ഉള്ളിലുണ്ടായിരുന്ന ആ ജ്ഞാനവും ഒക്കെ അതെല്ലാം ഇൻകംപ്ലീറ്റ് ആണെന്ന് അദ്ദേഹത്തിന് തോന്നി. കാര്യം വ്രജവാസികളുടെ, പ്രത്യേകിച്ചും വ്രജഗോപികമാരുടെയും രാധാറാണിയുടെയും വ്രജഗോപികമാരുടെയും ഭഗവാനോടുള്ള സ്നേഹം അദ്ദേഹം കാണുമ്പോൾ ആകെ അത്ഭുതപ്പെട്ടു പോന്നു. അദ്ദേഹം പറയുന്നു, ഈ ഗോപികമാരുടെ തൃപ്പാദങ്ങളിലെ ധൂലിയാണ് എൻ്റെ ആഗ്രഹം. എനിക്ക് വേറൊന്നും വേണ്ട. എനിക്ക് ഇനിയൊരു ജന്മം ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഞാൻ ഇവിടെ തന്നെ ഒരു ഗുൽമമായിട്ട്, ഒരു ചെടിയായിട്ട് ജനിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. അങ്ങനെ അവര് എന്റെ പുല്ലായിട്ട്, ആക്ച്വലി പുല്ലിന്റെ മുകളിലൂടെ നടക്കുമ്പോൾ അവരുടെ തൃപ്പാദങ്ങളിലെ ചരണധൂലി എനിക്ക് കിട്ടും എന്നുള്ളൊരു ആഗ്രഹമാണ് അദ്ദേഹം പറയുന്നത്. അപ്പൊ ഒന്നാലോചിച്ച് നോക്കൂ, ഉദ്ധവര് ഭഗവാന്റെ വളരെ പ്രിയപ്പെട്ട സുഹൃത്തും അദ്ദേഹത്തിന്റെ ബന്ധുവും കൂടിയാണ്. വളരെ പ്രിയപ്പെട്ട സുഹൃത്താണ് ഉദ്ധവര്. അദ്ദേഹത്തിന് പോലും മനസ്സിലാവുന്നു, അദ്ദേഹവും മനസ്സിലാക്കുന്നു, ഞാൻ ഒരുമിച്ച് ഭഗവാന്റെ കൂടെ, കൃഷ്ണന്റെ കൂടെ ദ്വാരകയിലുള്ള സമയത്ത് അവർ ഒരുമിച്ച് ഇരിക്കുന്നു, ഒരുമിച്ച് ഭക്ഷണം കഴിക്കുന്നു, ഒരുമിച്ച് പല കാര്യങ്ങളും ഡിസ്കസ് ചെയ്യുന്നു, ചില സമയങ്ങൾ ഒരുമിച്ച് കിടക്കുന്നു. ഇതെല്ലാം അത്രയും ക്ലോസ് ആയിട്ടുള്ള ഒരാളാണ്. അദ്ദേഹത്തിനും അറിയാം, ഞാൻ ഒന്നുമല്ല ഗോപികമാരുടെ മുമ്പിൽ, ഞാൻ ഒന്നുമല്ല. അതാണ് ഗോപികമാരുടെ സ്ഥാനം. കാര്യം അവരുടെ സ്നേഹത്തിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, എല്ലാം ഭഗവാന്റെ സന്തോഷം എന്നുള്ളത്, അത് ഭഗവാനെ തൃപ്തിപ്പെടുത്തുക എന്നുള്ളതിനപ്പുറത്ത് എല്ലാവിധ കണ്ടീഷൻസിനെയും ബ്രേക്ക് ചെയ്തുകൊണ്ട് അവർക്ക് ഭഗവാന്റെ അടുത്തേക്ക് പോകാനുള്ള, അല്ലെങ്കിൽ ഭഗവാന്റെ അടുത്തേക്ക് പോകുന്ന ആ ഒരു ഭാവം ആക്ച്വലി വേറെ ഒരു ഭക്തരിലും നമുക്ക് കാണാൻ സാധിക്കില്ല. കാര്യം അവര് എല്ലാവരേക്കാൾ ടോപ്പാണ്. അതുകൊണ്ട് ഒരുപാട്
കണ്ടീഷൻസും ഒരുപാട് നിബന്ധനകളും ചട്ടക്കൂടിനകത്തായിരുന്നു അവരുടെ ഒരു ലൈഫ്. എന്നാൽ അതെല്ലാം അവർ ഉപേക്ഷിച്ച് ഭഗവാന്റെ അടുത്തേക്ക് പോകാൻ വേണ്ടിയിട്ടുള്ള അവർക്ക് അത് സാധിച്ചു. വേറെ ആർക്ക് സാധിച്ചിട്ടുണ്ട്? വേറെ ആർക്കും സാധിച്ചിട്ടില്ല. അപ്പോൾ ആ ഒരു അല്ലെങ്കിൽ മാധുര്യ പ്രേമത്തിന്റെ ഒരു ഹൈറാർക്കി വെച്ച് നോക്കുമ്പോൾ ഒരു ലെവല് അത് കൂടുതൽ തന്നെയാണ്. നമ്മളെ ഈ രസങ്ങൾ പറയുന്ന സമയത്ത് വാത്സല്യം, ദാസ്യരസം, വാത്സല്യരസം, ശാന്തരസം, ദാസ്യരസം, സഖ്യ, വാത്സല്യ, മാധുര്യ അങ്ങനെ പറയുമ്പോൾ ഈ ഭാവങ്ങളിൽ, ഈ ഒരു രസങ്ങളിലും ഒരു ഹൈറാർക്കി ഉണ്ട്. പക്ഷെ അതിന്റെ അർത്ഥം ഭഗവാന്റെ സുഹൃത്തുക്കൾ ഗോപികമാരെക്കാളും താഴെയാണ് എന്നുള്ളതല്ല ഉദ്ദേശിക്കുന്നത്. എന്നാൽ ഈ ഒരു പ്രേമത്തിന്റെ, കൃഷ്ണപ്രേമത്തിന്റെ ഒരു ഇന്റൻസിറ്റിക്ക് വ്യത്യാസമുണ്ട്. അതാണ് പറയുന്നത്. കാര്യം ഗോപികമാരുടെ മാധുര്യ രസത്തില് ബാക്കിയുള്ള എല്ലാ രസങ്ങളും വരുന്നു. ഇതാണ് അതിന്റെ ഹൈറാർക്കിയിൽ വ്യത്യാസമുള്ളത്. അല്ലാതെ ഭഗവാനോട് വാത്സല്യ രസം തോന്നുന്ന, ഭഗവാനെ മകനായിട്ട് കാണുന്നു, ഗോപാലായിട്ട് കാണുന്ന ആ ഒരു ഭാവത്തിലുള്ളവര് മോശമാണെന്നോ ഗോപികമാരെക്കാൾ താഴെയാണോ എന്നുള്ളതൊന്നല്ല ഇവിടെ പറയുന്നത്. ഈ രസങ്ങൾ, ശാന്തം രസം, ദാസ്യ, സഖ്യ, വാത്സല്യ, മാധുര്യ, ഈ പറയുന്ന 5 രസങ്ങളിൽ ഏറ്റവും മുകളിൽ ഇരിക്കുന്നത് മാധുര്യരസം എന്ന് പറയുന്ന കാരണം എന്താണെന്ന് വെച്ചാൽ ബാക്കിയുള്ള 4 രസങ്ങളും മാധുര്യരസത്തിലുണ്ട്. അതേപോലെ വാത്സല്യരസത്തിൽ താഴെയുള്ള 3 അതിൽ വരുന്നു. സഖ്യരസത്തിൽ ബാക്കിയുള്ള താഴെയുള്ളത് വരുന്നു. അങ്ങനെയാണ് ഇതിന്റെ ഒരു സ്ട്രക്ചർ. അതുകൊണ്ട് എല്ലാം ഇൻക്ലൂഡഡ് ആണ്, എല്ലാ ഭാവങ്ങളും ഇൻക്ലൂഡഡ് ആണ് മാധുര്യരസത്തിൽ. അപ്പോൾ ചില സമയങ്ങൾക്ക് ഗോപികമാര് ഭഗവാനോട് സുഹൃത്തുക്കളെ പോലെ പെരുമാറും. ചില സമയങ്ങളിൽ വാത്സല്യഭാവം അവർക്ക് തോന്നും. ചില സമയങ്ങളിൽ ഭഗവാനെ ഒരു മാധുര്യ ഭാവത്തിൽ അവർ ഭഗവാനോട് തോന്നുന്നു. അങ്ങനെ എല്ലാ ഭാവങ്ങളും നമുക്ക് കാണാം. ദാസ്യഭാവവും ഉണ്ട്, ഭഗവാനെയും സേവിക്കാനുള്ള ഭാവം, എല്ലാ രസങ്ങളും അതിൽ കാണാം. അതുകൊണ്ടാണ് മാധുര്യ രസത്തെ ഹൈറാർക്കിയിൽ വെച്ച് കൂടുതൽ. അതിൽ വെച്ച് ഏറ്റവും മുകളിലാണ് ആരുടെ സ്ഥാനം? ഗോപികമാരുടെ. ചൈതന്യ മഹാപ്രഭുവും ഇത് പറഞ്ഞിട്ടുണ്ട്. ചൈതന്യ മഹാപ്രഭു ആരാധ്യ ഭഗവാൻ വ്രജേഷു തനയു തദ്ധാമ വൃന്ദാവനം രമ്യ കാചിത് ഉപാസന വ്രജവധു വർഗേന വാ കൽപ്പിത ശ്രീമദ് ഭാഗവതം പുരാണം അമലം പ്രേമ പൂമർത്തോ മഹാൻ ശ്രീ ചൈതന്യ മഹാപ്രഭു മതപിതം തത്രാതരാന. ശ്രീനാഥ് ചക്രവർത്തി അദ്ദേഹത്തിന്റെ ഒരു ഗ്രന്ഥത്തിൽ പറയുന്ന ശ്ലോകമാണ്. അവിടെ പറയുന്നു, ആരാധ്യ ഭഗവാൻ വ്രജേഷു തനയൻ. അതായത് ഏറ്റവും ആ ഒരു ആരാധ്യ ഭഗവാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് മഹാപ്രഭുവിന്റെ, ചൈതന്യ മഹാപ്രഭുവിന്റെ അഭിപ്രായമാണ് എന്ന് പറഞ്ഞിട്ടാണ് ശ്രീനാഥ് ചക്രവർത്തി പറയുന്നത്. അത് മഹാപ്രഭു പറഞ്ഞിട്ടുള്ള കാര്യം ഇതാണ് എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം പറയുന്നു. ആരാധ്യ ഭഗവാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് വ്രജേഷു തനയൻ, വൃന്ദാവനത്തിലെ കൃഷ്ണനാണ് ഏറ്റവും, അദ്ദേഹത്തിന്റെ സ്ഥാനമാണ് കൂടുതൽ. അതുകൊണ്ട് വൃന്ദാവനത്തിലെ കൃഷ്ണനും മധുരയിലെ കൃഷ്ണനും ദ്വാരകയിലെ കൃഷ്ണനും വേറെയാണോ ചോദിച്ചു കഴിഞ്ഞാൽ എല്ലാം ഭഗവാൻ കൃഷ്ണൻ തന്നെയാണ്. ഭാവത്തിൽ വ്യത്യാസമുണ്ട്. അതുകൊണ്ട് വൃന്ദാവനത്തിലെ കൃഷ്ണന്റെ വ്രജേഷു തനയൻ, അത് വ്രജ ഈശ തനയൻ, നന്ദമഹാരാജന്റെ പുത്രനായിട്ടുള്ള കൃഷ്ണൻ, അതായത് വൃന്ദാവനത്തിലെ കൃഷ്ണൻ. അതാണ് വൃന്ദാവനത്തിലെ കൃഷ്ണന്റെ പ്രത്യേകത കൂടുതലുള്ളത്. അദ്ദേഹമാണ് ടോപ്പ്, ഹൈ ക്ലാസ്. ഇപ്പോൾ ഈ ഒരു ശ്ലോകത്തിൽ പറയുന്നത് ആരാധ്യ ഭഗവാൻ അല്ലെങ്കിൽ എല്ലാത്തിന്റെയും ഹൈയസ്റ്റ് ഏതാണെന്ന് പറയുന്നത്, ടോപ്പ് ഏതാണെന്ന് പറയുന്നത്. അപ്പോൾ ആരാധ്യ പുരുഷന്മാരിൽ വെച്ച് ഏറ്റവും മുകളിലുള്ള സ്ഥാനം ആർക്കാണുള്ളത്? കൃഷ്ണൻ, വ്രജേഷു, വൃന്ദാവനത്തിലെ കൃഷ്ണൻ. കൃഷ്ണൻ എന്ന് പറഞ്ഞാൽ പൂർണ്ണമാവുന്നില്ല. ദ്വാരകയിലും ഉണ്ട് കൃഷ്ണൻ, ദ്വാരക ലീലകൾ ചെയ്യുന്ന കൃഷ്ണനുണ്ട്. വൃന്ദാവനത്തിലെ കൃഷ്ണനെ കുറിച്ചാണ് പറയുന്നത്. അതേപോലെ തദ്ധാമ വൃന്ദാവനം, എല്ലാ ധാമങ്ങളിലും വെച്ച് ഏറ്റവും മുകളിലെ സ്ഥാനമുള്ളത് വൃന്ദാവന ധാമമാണ്. തദ്ധാമ വൃന്ദാവനം. പിന്നെ പറയുന്നു രമ്യ കാചിത് ഉപാസന, ഉപാസനകളിൽ രമ്യ കാചിത് ഉപാസന വ്രജവധു, വ്രജവധുകൾ അതായത് ഗോപികമാരെ പോലെ ഭഗവാന്റെ ഭക്തരുടെ ആ ഒരു ശ്രേണി നോക്കുവാണെങ്കിൽ ഗോപികമാരെക്കാൾ മുകളിൽ വേറെ ആരുമില്ല. ധാമിൽ വെച്ച് വൃന്ദാവനം, ആരാധ്യ ഭഗവാന് ഒരുപാട് രൂപങ്ങളും ഒരുപാട് അവതാരങ്ങളും ഒരുപാട് വിസ്തരണങ്ങളും ഉണ്ട്. എന്നാൽ അതിൽ വെച്ച് ഏറ്റവും ഉന്നതമായിട്ടുള്ളത് സ്ഥാനം
ബ്രജേഷു വൃന്ദാവനത്തിലെ കൃഷ്ണനാണ്. 2 ധാമങ്ങളിൽ വെച്ച് വൃന്ദാവന ധാമമാണ്. 3 ഭക്തരിൽ വെച്ച് വ്രജഗോപികളാണ്. ഇതാണ് ചൈതന്യ മഹാപ്രഭു പറയുന്നത്. രമ്യ കാചിത് ഉപാസന വ്രജവധോ വർഗേനേവ കൽപ്പിത ശ്രീമദ് ഭാഗവതം പുരാണമംഗലം. ഇനി ശാസ്ത്രങ്ങളിൽ വെച്ച് നോക്കുവാണെങ്കിൽ, പുരാണങ്ങളിൽ വെച്ച് നോക്കുവാണെങ്കിൽ ശ്രീമദ് ഭാഗവതമാണ് ഏറ്റവും വലിയ സ്ഥാനം ശ്രീമദ് ഭാഗവതത്തിനാണ് എന്ന് പറയുന്നു. പിന്നെ നമ്മുടെ ജീവിതത്തിന്റെ ഒരു ലക്ഷ്യം, ഗോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രേമ പൂമർത്തോ മഹാൻ. അതിനപ്പുറത്തേക്ക് ഒരു ഗോൾ ഇല്ല നമുക്ക്. പ്രേമ പൂമർത്തോ മഹാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൃഷ്ണപ്രേമമാണ് നമ്മുടെ ലക്ഷ്യം. അതാണ് ഏറ്റവും അൾട്ടിമേറ്റ് ആയിട്ടുള്ള നമ്മുടെ ഗോൾ അല്ലെങ്കിൽ ലക്ഷ്യം. അതാണ് ശ്ലോകത്തിൽ ചൈതന്യ മഹാപ്രഭു പറയുകയാണ്. ചൈതന്യ മഹാപ്രഭുവിന്റെ അഭിപ്രായം ചൈതന്യ മഹാപ്രഭു പറഞ്ഞിട്ടുള്ളത് അദ്ദേഹത്തിന്റെ ലീലകളിലൂടെയും അദ്ദേഹത്തിന്റെ ചരിത്രത്തിലൂടെയും നമുക്ക് പഠിച്ചു കഴിഞ്ഞാൽ മനസ്സിലാക്കാം. അദ്ദേഹം ഇതാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഗോപികമാരുടെ സ്ഥാനം മഹാപ്രഭു പറഞ്ഞിട്ടുണ്ട്. ചൈതന്യ മഹാപ്രഭു കൃഷ്ണൻ തന്നെയാണ്, രാധയുടെ ഭാവത്തിൽ വന്നിട്ടുള്ളതാണ്. ചൈതന്യ മഹാപ്രഭു പറയുന്നു, ഇവിടെ ഭീഷ്മ പിതാമഹൻ ഓർക്കുന്നു ഗോപികമാരുടെ കാര്യം. ഇതേപോലെ ഉദ്ധവര് ഓർക്കുന്നുണ്ട്. അവരൊക്കെ ദാസ്യഭാവത്തിലും, ഉദ്ധവര് ദാസ്യഭാവമുണ്ട്, ഉദ്ധവർക്ക് സഖ്യഭാവമുണ്ട്. ഇവിടെ ഭീഷ്മ പിതാമഹന് ഭാവമാണ്. എന്നാൽ അവർക്കും അറിയാം ഗോപികമാരുടെ സ്ഥാനം. ഗോപികമാരുടെ സ്ഥാനം അറിയാവുന്നതുകൊണ്ട് ആ ഒരു ലീലകളെ കുറിച്ചും അവരുടെ അല്ലെങ്കിൽ അവരുടെ ഒരു സ്ഥാനത്തെ കുറിച്ചും ഓർക്കുന്നു. ശീല പ്രഭുപാജി ഇവിടെ പ്രഭുപാജി ഭാവാർത്ഥത്തിൽ പറയുന്നു, വ്രജഗോപികമാര് ഭഗവാനെ പോലെ ആ ഏകത്വം അവർക്ക് കിട്ടുന്നു എന്ന് പറയുന്നു. അതായത് ഏകത്വം എന്ന് ഉദ്ദേശിക്കുന്നത് നമുക്ക് ക്ലാരിഫൈ ചെയ്യാം. ഇവിടെ സായുജ്യ മുക്തിയെ കുറിച്ചല്ല പറയുന്നത്. മായാവാദികൾ അല്ലെങ്കിൽ ബ്രഹ്മവാദികൾ പറയുന്ന പോലെ സായുജ്യ മുക്തിയെ കുറിച്ചല്ല, ബ്രഹ്മജ്യോതിയിലേക്ക് പോയി ലയിക്കുന്നത്, ഭഗവാനിലേക്ക് ലയിക്കുന്ന കാര്യമല്ല പറയുന്നത്. ആ ഒരു ഏകത്വം എന്ന് ഉദ്ദേശിക്കുന്നത് ഭഗവാനെ പോലെ, കാരണം ഭഗവാന്റെ കൂടെ നിന്നുകൊണ്ട് അവര് രാസലീലയിൽ പങ്കെടുക്കുകയാണ് ചെയ്യുന്നത്. ഭഗവാന്റെ ഭാവങ്ങൾ അവർ കാണുന്നു. അവർക്കും ആ ഭഗവാൻ കൃഷ്ണൻ രാസലീലയിൽ അദ്ദേഹമാണ് ആക്ച്വലി പറയുകയാണെങ്കിൽ എല്ലാം എൻജോയ് ചെയ്യുന്നത് കൃഷ്ണനാണല്ലേ. നമുക്കറിയാം ഭഗവാൻ ആക്ച്വലി എല്ലാവരെയും ആകർഷിപ്പിക്കുന്നു. എന്നാൽ എല്ലാത്തിന്റെയും ഭോക്ത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൃഷ്ണനാണ് എന്നുള്ളത് ശാസ്ത്രങ്ങൾ പറയുന്നു. അപ്പോൾ ഭഗവാൻ കൃഷ്ണൻ എന്താണോ, ഏത് അതീന്ദ്രിയ തലത്തിലുള്ള ആനന്ദമാണോ അനുഭവിക്കുന്നത്, അത് വ്രജഗോപികമാര് അതിന്റെ ഇരട്ടി അനുഭവിക്കുന്നുണ്ടായിരുന്നു. വ്രജഗോപികമാർക്കും അതേപോലെ. അപ്പൊ അതാണ് ഇവിടെ പറയുന്നത്, ആ ഒരേപോലെ ഏകത്വം എന്ന് ഉദ്ദേശിക്കുന്നത് ഭഗവാനെ പോലെ അല്ലെങ്കിൽ ആ ഒരു ലെവലിൽ വരാൻ അവർക്ക് സാധിക്കുന്നു. ആ ഒരു അനുഗ്രഹം ഭഗവാൻ കൊടുക്കുന്നതാണ്. കാരണം എന്താണ് ഗോപികമാർക്ക് ആ ഒരു അനുഗ്രഹം കിട്ടുന്നത്? കാരണം അവരുടെ ഭക്തിയുടെ ആ ഒരു ഇന്റൻസിറ്റി കൂടുതലാണ് ബാക്കിയുള്ളവരെക്കാളൊക്കെ. ഏത് റിസ്ക് എടുത്തും എന്തും ചെയ്യാൻ അവർ തയ്യാറാണ്. ഭഗവാനെ സന്തോഷിപ്പിക്കുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ, അല്ലെ? നമ്മൾ കേട്ടിട്ടുണ്ടാവും, ഒരു ഫേമസ് ആയിട്ടുള്ള കഥയാണ്, ഞാൻ പറയുന്നില്ല അതിനെക്കുറിച്ച്. ഭഗവാൻ ഒരിക്കൽ തലവേദന വന്നപ്പോൾ ഉള്ളൊരു കഥ കേട്ടിട്ടുണ്ടാവും. അവര് പറയുന്നു, ചരണധൂലിയെ കുറിച്ച് നാരദമുനി വരുന്നതും ചോദിക്കുന്നതും ഒക്കെ. ആ സമയത്തും അവര് പറയുന്നതാണ്, ഞങ്ങൾ നരകത്തിലേക്ക് പോകാനും തയ്യാറാണ്, ഭഗവാന്റെ അസുഖം മാറണം, ഭഗവാൻ സന്തോഷമായിട്ടിരിക്കണം. കൃഷ്ണൻ, ഭഗവാൻ എന്നല്ല അവരുടെ ഭാവം, കൃഷ്ണൻ ഹാപ്പി ആയിട്ടിരിക്കണം, കൃഷ്ണന് സന്തോഷം ഉണ്ടാവണം. അത്രയേ ഉള്ളൂ ഞങ്ങൾക്ക് എന്ത് വേണമെങ്കിൽ സംഭവിച്ചോട്ടെ. ഈ ഒരു ഇന്റൻസിറ്റി നമുക്ക് വേറെ എവിടെയും കാണാൻ സാധിക്കില്ല. അതേപോലെ തന്നെ എല്ലാവിധ ചട്ടക്കൂടുകളെയും ബ്രേക്ക് ചെയ്തുകൊണ്ട് അവര് പുറത്തു പോകുന്നു. അപ്പൊ നമ്മൾ ചിന്തിക്കുമ്പോ, നമ്മൾ കേട്ടിട്ടുണ്ടാവും ഗോപികമാർക്ക് ഭർത്താവന്മാരുണ്ടായിരുന്നു, അല്ലെങ്കിൽ കുട്ടികളുണ്ടായിരുന്നു, അല്ലെ? അവരെയൊക്കെ ഉപേക്ഷിച്ച് പോയി. ശരിയാണോ ചെയ്തത്? എന്നിട്ടാണോ ഗോപികമാർക്ക് ഇത്ര വലിയ സ്ഥാനം ഉണ്ടെന്ന് പറയുന്നത്? ഇതൊന്നും ശരിയല്ല. ശരിയല്ലാത്തത് ഇവിടെ ഈ ലോകത്ത് ചെയ്യാൻ പാടില്ല. നമ്മളൊരു കാര്യം മനസ്സിലാക്കണം, ഗോലോക വൃന്ദാവനത്തിലെ ഗോപികമാര് എന്ന് പറയുന്നത് ശ്രീമതി രാധാറാണിയുടെ എക്സ്പാൻഷൻസും, അവിടെയുള്ള പുരുഷന്മാര്, പ്രത്യേകിച്ചും വ്രജഗോപികളുടെ ഭർത്താക്കന്മാര് വെറുതെ വേറെ ആരുമല്ല, അത് ഭഗവാന്റെ തന്നെ വിസ്തരണങ്ങളാണ്. ആ ഒരു സത്യം നമ്മൾ മനസ്സിലാക്കണം. അവര് വേറെ അനധികൃതമായിട്ടോ അവിഹിതമായിട്ടുള്ള ഒരു കാര്യമല്ല അവിടെ ചെയ്യുന്നത്. സ്ഥലം ഭൗതിക ലോകമല്ല നമ്മൾ പറയുന്നത്, ഗോലോക വൃന്ദാവനത്തെ കുറിച്ചാണ് പറയുന്നത്. അപ്പൊ അവര് ഒരു കാരണവശാലും ഒരു തരത്തിലും അവര് ചെയ്യുന്നത് തെറ്റായിട്ടുള്ള ഒരു കാര്യമല്ല.
അവര് ചെയ്യുന്നത് ഒന്ന് അവരുടെ വീട്ടിലുള്ള അല്ലെങ്കിൽ അവരുടെ ഭർത്താക്കന്മാരുണ്ടെങ്കിൽ അതെല്ലാം ഭഗവാന്റെ തന്നെ എക്സ്പാൻഷൻസ് ആണ്. നമ്മൾ കേട്ടിട്ടുണ്ടാവും രാധാറാണിയുടെ ഭർത്താവ് ലീലയിൽ വരുന്ന അഭിമന്യു ഭഗവാന്റെ വിസ്തരണമാണ്. ഭഗവാൻ ആക്ച്വലി എക്സ്പാൻഡ് ചെയ്യുന്നതാണ് അദ്ദേഹമായിട്ട്. അത് ലീല രസ ആസ്വാദനത്തിന് വേണ്ടിയിട്ട് ഉള്ള കാര്യങ്ങളാണ് ഇതെല്ലാം. സോ അതുകൊണ്ട് ഗോപികമാർ ചെയ്തിട്ടുള്ളത് തെറ്റായിട്ടുള്ള കാര്യമല്ല. പക്ഷെ നമ്മളെ അതിൽ നിന്ന് അവരുടെ ആ ഒരു പ്രേമം, അവരുടെ ഒരു സ്നേഹത്തിന്റെ ഇന്റൻസിറ്റി പക്ഷെ നമുക്ക് മനസ്സിലാവും ലീലകളിലൂടെ. എങ്ങനെ? കാര്യം ആ നിബന്ധനകളും കണ്ടീഷൻസിനെ എല്ലാം ബ്രേക്ക് ചെയ്ത് അവർ പോകുന്നു. അവർ വേറെ ഒന്നും നോക്കുന്നില്ല ഭഗവാൻ കൃഷ്ണന്റെ അടുത്ത്. കൃഷ്ണൻ രാസലീലയ്ക്ക് മുമ്പായി അദ്ദേഹം ഓടക്കുകളിൽ ഓതുന്ന സമയത്ത് അവര് എല്ലാം കണ്ടീഷൻസിനെയും ബ്രേക്ക് ചെയ്ത് പോകുന്നു എന്നാ പറയുന്നത്. അപ്പോൾ അതിന് ഉദാഹരണം നമ്മുടെ ആചാര്യന്മാരെ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, ആചാര്യന്മാരും ഞാൻ വരിഷ്ഠനായിട്ടുള്ള ഒരു ഭക്തൻ നിന്ന് കേട്ടതാണ്, എന്റെ ശിക്ഷാഗുരുവിൽ നിന്ന് തന്നെ കേട്ടതാണ്. അദ്ദേഹം വരിഷ്ഠനായിട്ടുള്ള ഒരു ഭക്തനാണ്. സോ അദ്ദേഹം പറയുന്ന ഒരു സിമ്പിൾ ആയിട്ടുള്ള ഒരു എക്സാമ്പിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പൊ നമ്മൾ വീഡിയോ കോൾ ചെയ്യാൻ നിൽക്കുക, വാട്സപ്പ് കോൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ആരെങ്കിലും വളരെ നമുക്ക് ഇഷ്ടമുള്ള ആളെ വാട്സപ്പ് കോൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അത് ഭർത്താവ് ഭാര്യയെ വിളിക്കുകയോ അല്ലെങ്കിൽ പ്രിയപ്പെട്ട ആള് കോൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ കോൾ ചെയ്യുമ്പോൾ ആക്ച്വലി നമുക്ക് ഏറ്റവും ഇഷ്ടമുള്ള ആളോടാണ് സംസാരിക്കുന്നത്. ആ വ്യക്തി സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ ആക്ച്വലി അദ്ദേഹം നമ്മുടെ വീട്ടിലോട്ട് നമ്മളെ കാണാൻ വേണ്ടി നമ്മൾ എവിടെയാണ്, ഏത് വീട്ടിലാണോ ഉള്ളത് അങ്ങോട്ട് വന്നുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ നമുക്കത് മനസ്സിലാവുന്നില്ല അകത്തിരുന്ന്. എക്സാമ്പിൾ പറയാം, ആ അകത്തിരുന്ന് സംസാരിക്കുന്ന ഭാര്യയ്ക്ക് മനസ്സിലാവുന്നില്ല ഭർത്താവ് എന്റെ വീടിന്റെ മുമ്പിലുണ്ട്. അപ്പൊ ഉദാഹരണത്തിന് ഒരു ബർത്ത്ഡേയോ വെഡിങ് ആനിവേഴ്സറിയോ അങ്ങനെ ഒരു ദിവസമാണെങ്കിൽ പ്രത്യേകിച്ചും സ്പെഷ്യൽ ആണ്. കാര്യം ഭർത്താവില്ല, വരുന്നു, കാത്തിരിക്കുന്നു. അപ്പോൾ സംസാരിക്കുമ്പോൾ ഒരുപാട് സന്തോഷം തോന്നുന്നു. ആ സമയത്ത് അവര് സംസാരിക്കുമ്പോൾ ഒരുപാട് സന്തോഷം കിട്ടുന്നുണ്ട്, ഇല്ല എന്ന് പറയുന്നില്ല. പക്ഷെ അതേ വ്യക്തി തന്നെ ആ വാതിലിൽ വന്ന് മുട്ടിക്കൊണ്ട് വാതിൽ തുറക്കുമ്പോൾ അദ്ദേഹത്തെ കണ്ടു കഴിഞ്ഞാൽ എന്തായിരിക്കും അവസ്ഥ? ആ സമയത്തും നമ്മൾ ഫോണിൽ സംസാരിക്കാൻ താല്പര്യപ്പെടുവോ അതോ നേരിട്ട് ആ വ്യക്തിയോട് സംസാരിക്കാൻ താല്പര്യപ്പെടുവോ? അല്ലെങ്കിൽ ഫോണിലൂടെ നമ്മുടെ സ്നേഹത്തെ പ്രകടിപ്പിക്കുകയോ അതോ നേരിട്ട് അദ്ദേഹത്തിന്റെ മുമ്പിൽ സ്നേഹം പ്രകടിപ്പിക്കുകയോ? സിമ്പിൾ ക്വസ്റ്റ്യൻ. എന്താ ചെയ്യുക? അപ്പോഴും പറയില്ല, എനിക്ക് നേരിട്ട് കാണേണ്ട, ഫോണിലൂടെ കണ്ടാൽ മതി. ആരെങ്കിലും അങ്ങനെ പറയോ? ഇല്ല. അത്രേ സംഭവിച്ചിട്ടുള്ളൂ ഗോപികമാർക്കും. അവരെ ഓടിപ്പോയത് അവരുടെ ആരാധന പുരുഷൻ ആയിട്ടുള്ള ഭഗവാൻ അവരുടെ ഹൃദയത്തിൽ എപ്പോഴും ഉണ്ട്. എപ്പോഴും കൃഷ്ണനുമായിട്ട് കണക്റ്റഡ് ആയിട്ടിരിക്കുകയാണ്. എന്നാൽ അതേ വ്യക്തി മുമ്പിൽ വന്ന് നിൽക്കുമ്പോൾ, വിളിക്കുമ്പോൾ കൂടെ പോയി അങ്ങോട്ട്. അത്രേ സംഭവിച്ചിട്ടുള്ളൂ. അതേപോലെ തന്നെ അവരുടെ കൂടെ ഉണ്ടായിരുന്ന പറഞ്ഞു കൃഷ്ണന്റെ എക്സ്പാൻഷൻസ് ആണ് അവരൊക്കെ, ഭർത്താക്കന്മാരൊക്കെ. സോ അവരെ കാണുന്നുണ്ട്, അവരെ സേവനം ചെയ്യുന്നുണ്ട്, അവർക്ക് ആനന്ദം കിട്ടുന്നുണ്ട്, ഒക്കെ ശരിയാണ്. പക്ഷെ ഒറിജിനൽ ആയിട്ടുള്ള ആള് വന്ന് വിളിക്കുമ്പോൾ എന്താണ് വ്യത്യാസം? അതിൽ വ്യത്യാസമുണ്ട്. കാര്യം ഡയറക്ട്ലി കൃഷ്ണൻ വിളിക്കുന്നു. അപ്പോൾ അത്രേ അവർ ചെയ്തിട്ടുള്ളൂ. ഇത് നല്ലൊരു ഉദാഹരണമായിട്ട് എനിക്ക് തോന്നി. വളരെയധികം റിലേറ്റ് ചെയ്യാൻ സാധിച്ചു. കാര്യം അപ്പോൾ അതിലൊരു തെറ്റ് കാണാൻ നമുക്ക് സാധിക്കില്ല. അപ്പോൾ അത്രയും അതാണ് നമ്മൾ ഇതിൽ നിന്ന് പഠിക്കുന്നത്. എന്താണെന്ന് വെച്ചാൽ കണ്ടീഷൻസ് എല്ലാം അവരെ സംബന്ധിച്ച് ഭഗവാൻ കൃഷ്ണന്റെ സന്തോഷം അത്രയേ ഉള്ളൂ. ഈവൻ ഇവര് ഓടുന്നത് അവർക്ക് എൻജോയ് ചെയ്യാൻ വേണ്ടിയിട്ടല്ല, കൃഷ്ണനെ സേവനം ചെയ്യാൻ വേണ്ടിയിട്ടാണ് അവർ പോകുന്നത്. കാര്യം അവർക്കറിയാം അവര് പോയി കഴിഞ്ഞാൽ അത് ഭഗവാൻ കൃഷ്ണൻ ഒരുപാട് സന്തോഷം കൊടുക്കുന്ന കാര്യമാണ്. അതുകൊണ്ട് അദ്ദേഹത്തിന്റെ സന്തോഷത്തിന് വേണ്ടിയിട്ട് ഇവർ പോകുന്നു. ഇവരുടെ പേഴ്സണൽ ഒരു എൻജോയ്മെന്റോ അല്ലെങ്കിൽ ഒരു സുഖമോ അവർ ചിന്തിക്കുന്നില്ല. അത് ഗോപികമാരുടെ, അതെല്ലാ ഭഗവാന്റെ ഭക്തരുടെയും പ്രത്യേകതയാണ്, പ്രത്യേകിച്ചും ഗോപികമാരുടെ. ഇപ്പൊ രാധാറാണിയുടെ ഗോപികമാരുടെയും ലീലകൾ നമ്മൾ കേൾക്കുമ്പോൾ അറിയാം, അവരുടെ കംഫർട്ടോ അവരുടെ ആനന്ദമോ ഒന്നും അവർക്ക് ഒരു കൺസിഡറേഷനേ അല്ല. അതൊന്നും അവർക്ക് ചിന്തയില്ല. അവർക്ക് ആനന്ദം വരുമ്പോൾ അവർ പറയും വേണ്ടാമെന്ന് പറയുന്ന ആൾക്കാരെ. കാര്യം അത് ചിലപ്പോൾ ഒരുപക്ഷെ അവർക്ക് കേട്ടിട്ടുണ്ട്, കൃഷ്ണനെ സേവിക്കുമ്പോൾ പലവരും ഇപ്പോൾ മഞ്ജരിമാരൊക്കെ കൃഷ്ണനെയും രാധാറാണിയും സേവിക്കുന്ന സമയത്ത് അവർക്ക് ഒരുപാട് ആനന്ദം ഉള്ളിൽ ഭഗവാൻ അല്ലെങ്കിൽ രാധാറാണി കൊടുക്കും. പക്ഷെ പ്രോബ്ലം എന്തുകൊണ്ട്? ആ സമയത്ത് ചിലപ്പോൾ അഷ്ടസ്വാധിക വികാരങ്ങളൊക്കെ വന്ന് ശരീരത്തിൽ ഭാവങ്ങളൊക്കെ മാറുമ്പോൾ അവർക്ക് പ്രോപ്പർ ആയിട്ടുള്ള സർവീസ് ചെയ്യാൻ സാധിക്കില്ല. ഉദാഹരണത്തിന് ചാമരം വീശിക്കൊണ്ടിരിക്കുന്ന സമയത്ത്
കണ്ണിൽ നിന്ന് വെള്ളം വരുന്നു, വിറയ്ക്കുന്നു. ഇതെല്ലാം അഷ്ടസ്വാദിക വികാരങ്ങളുടെ ഭാഗമായിട്ടുള്ളത്. എന്തെങ്കിലും നമുക്കൊരു ബോഡിയിൽ വരുമ്പോൾ സേവനം പ്രോപ്പറായിട്ട് നടക്കില്ല, അല്ലെ? അപ്പൊ പറയും കണ്ണ് മൂടുന്നു, കണ്ണിൽ വെള്ളം വന്ന് കണ്ണ് മൂടുന്നതുകൊണ്ട് സർവീസ് ചെയ്യാൻ പറ്റുന്നില്ല. അവരെ സംബന്ധിച്ച് സർവീസ് ചെയ്യുക, ഭഗവാനെ സന്തോഷിപ്പിക്കുക, രാധാറാണിയെ സന്തോഷിപ്പിക്കുക എന്നുള്ളതാണ് അവരുടെ മെയിൻ അജണ്ട. അവരവർക്ക് സർവീസിന്, അതായത് അവനവന് കിട്ടുന്ന ആനന്ദം സർവീസിനൊരു തടസ്സമാവുന്നുണ്ടെങ്കിൽ, സേവനത്തിന് ഒരു തടസ്സമാവുന്നുണ്ടെങ്കിൽ അവര് ആ ആനന്ദം ആഗ്രഹിക്കില്ല. അവര് പറയും ഞങ്ങൾക്കിത് വേണ്ട എന്ന് പറയും. അതാണ് അവരുടെ ഭാവം. ഇവിടെ ഏകത്വം എന്ന് ഉദ്ദേശിക്കുന്നത് ആ ഒരു സ്ഥാനം ഭഗവാൻ അത്രമാത്രം അവർക്ക് കൊടുത്തിട്ടുണ്ട്. ഇവരെ പോലെ വേറെ ആരുമില്ല. അതാണ് ഭീഷ്മ പിതാമഹൻ ഇവിടെ ഓർക്കുന്നത്. ഭീഷ്മ പിതാമഹൻ ഓർക്കുന്നു വ്രജഗോപികളെ കുറിച്ച്. അവരെ പോലെ, അവരുടെ സ്ഥാനം പോലെ വേറെ ആർക്കുമില്ല. അർജുനൻ തീർച്ചയായിട്ടും അർജുനനെ ഒരുപാട് സ്തുതിക്കുന്നുണ്ട്. അർജുൻ പാർത്ഥ സഖി എന്ന് വിളിച്ചും അതേപോലെ വിജയ സഖി എന്നൊക്കെ വിളിക്കുമ്പോൾ ആക്ച്വലി അർജുനനെയും കൂടെ സ്തുതിച്ചുകൊണ്ടിരിക്കുകയാണ് ഭീഷ്മ പിതാമഹൻ. അർജുനന്റെ സുഹൃത്ത്. കാര്യം അർജുനൻ അത്രയും ഭഗവാനുമായിട്ട് അടുത്ത ഒരു ഭക്തനാണ്, സുഹൃത്താണെന്ന് അദ്ദേഹത്തിന് അറിയാം. എന്നാൽ ഇവിടെ അർജുനനെ സ്തുതിക്കുന്ന കൂട്ടത്തിൽ അതെല്ലാം കഴിഞ്ഞ് ഇപ്പോൾ ഇടയ്ക്ക് ഗോപികമാരെ ഓർക്കുന്നു. കാര്യം ഗോപികമാരുടെ സ്ഥാനം ഭീഷ്മ പിതാമഹൻ അറിയാം. അർജുനനേക്കാൾ മുകളിലാണ്, അല്ലെങ്കിൽ ആരെക്കാളും കൃഷ്ണനും ഗോപികമാരും രാധാറാണിയും തമ്മിലുള്ള റിലേഷൻ അത് ഏറ്റവും മുകളിലാണ് എന്നുള്ളത് അറിയാം. അതുകൊണ്ട് തന്നെ ഇദ്ദേഹം ഇവിടെ ഓർത്തുകൊണ്ട്, ഗോപികമാരെ ഓർത്തുകൊണ്ട് ഇവിടെ അവരെ സ്തുതിക്കുന്നു, ഗോപികമാരെ സ്തുതിക്കുന്നു. ശരിക്കും പറയുകയാണെങ്കിൽ അതാണ് ചെയ്യുന്നത്. അപ്പോൾ കൃഷ്ണന് ഏറ്റവും സന്തോഷമുള്ള കാര്യമായിരിക്കും. ശീല പ്രഭുപാദി അതാണ് ഭാവാർത്ഥത്തിൽ പറയുന്നത്. ഇവിടെ ഭീഷ്മപിതാമഹൻ ഓർക്കുന്നു ആ വ്രജഗോപികമാരാണ് ഭഗവാൻ ഏറ്റവും പ്രിയപ്പെട്ടവര്. ആ വ്രജഗോപികമാരുടെ അനുഗ്രഹത്തിന് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കുകയാണ് ഭീഷ്മപിതാമഹൻ. അവസാനത്തെ സമയങ്ങളിൽ വ്രജഗോപികമാരെ ഓർത്തുകൊണ്ട് അവരോട് പ്രാർത്ഥിക്കുന്നു. അതാണ് ഇവിടെ ശീല പ്രഭുപാദി പറയുന്നത്. എന്നിട്ട് ഒരു കാര്യം കൂടെ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, ഭീഷ്മ പിതാമഹനിലൂടെ ഗോപികമാരെ കുറിച്ച് കേൾക്കുമ്പോൾ അത് കൃഷ്ണന് കൊടുക്കാൻ പറ്റുന്ന ഏറ്റവും വലിയ ഗിഫ്റ്റാണ്. അപ്പോൾ ഈ ശ്ലോകങ്ങളിലൊക്കെ വെച്ച്, ഈ ശ്ലോകങ്ങൾ ഭീഷ്മസ്തുതിയിലെ എല്ലാ ശ്ലോകം എടുത്താലും, ഏത് ശ്ലോകം എടുത്താലും കൃഷ്ണൻ ഏറ്റവും കൂടുതൽ കൃഷ്ണന് സന്തോഷം തോന്നിയിട്ടുണ്ടാവുക ഏത് ശ്ലോകം കേട്ടപ്പോഴായിരിക്കും? ഈ ശ്ലോകം കേട്ടപ്പോഴായിരിക്കും. കാര്യം ഗോപികമാരെ കുറിച്ച് ഭീഷ്മ പിതാമഹൻ പറയുന്നു, ഭീഷ്മ പിതാമഹൻ ഗോപികമാരെ സ്തുതിക്കുന്നു. അത് കേൾക്കുമ്പോൾ കൃഷ്ണന് കിട്ടുന്ന ആനന്ദത്തെക്കാൾ കൂടുതൽ എന്തുണ്ടാവും? ഒന്നും ഉണ്ടാവില്ല. അതുകൊണ്ട് ഭീഷ്മ പിതാമഹൻ കൃഷ്ണന് കൊടുക്കാവുന്ന ഏറ്റവും നല്ല ഗിഫ്റ്റ് കൊടുക്കുവാണ്. ഇതെല്ലാം ഗിഫ്റ്റാണ് ഈ സ്തുതികൾ. കൂട്ടത്തിൽ അതിൻ്റെ ഇടയിൽ വ്രജഗോപികമാരെ കുറിച്ച് പറയുമ്പോൾ കൃഷ്ണൻ കംപ്ലീറ്റ്ലി അദ്ദേഹം സാറ്റിസ്ഫൈഡ് ആവുന്നു. അല്ലെ? ഇതാണ് ഭക്തരെ, ഇവിടെ ശിലപ്രഭാത് ആ പോയിന്റ് ഇവിടെ പറയുന്നു. ഭഗവാൻ കൂടുതൽ ആഗ്രഹിക്കുന്നത്, ഭഗവാനെ സ്തുതിക്കുന്നേക്കാൾ കൂടുതൽ അദ്ദേഹം ആഗ്രഹിക്കുന്നത് ഭഗവാന്റെ ഭക്തരെ സ്തുതിക്കുമ്പോൾ, ഭഗവാന്റെ ഭക്തരെ സേവിക്കുമ്പോൾ ഭഗവാൻ കൂടുതൽ ഇഷ്ടപ്പെടുന്നു. അതാണ് ആക്ച്വലി ഭഗവാന്റെ ഭാവം. അതാണ് ഭഗവാൻ അതുകൊണ്ടാണ് പറയുന്നത്, ഗുരുവിന്റെ സ്ഥാനം, ഗുരുവിനെ കാണേണ്ടത് എങ്ങനെയാണെന്നൊക്കെ അദ്ദേഹം പറയും. ഗുരു ഭഗവാന്റെ പ്രിയപ്പെട്ട ഭക്തനാണ്. അതുപോലെ ഏത് പ്യൂർ ഡിവോട്ടി, ശുദ്ധ ഭക്തരെ എടുത്തോളൂ. ശുദ്ധ ഭക്തരെ അദ്ദേഹം അവരെ സേവിക്കുമ്പോഴാണ് ഭഗവാൻ കൂടുതൽ ഇഷ്ടപ്പെടുന്നത്. അർജുനന്റെ കാര്യത്തിൽ തന്നെ നമുക്ക് അറിയാം, കൃഷ്ണനും അല്ലെങ്കിൽ അർജുനനും തമ്മിലുള്ള റിലേഷൻഷിപ്സിലും വേറെ ഏത് റിലേഷൻ എടുത്തു കഴിഞ്ഞാലും അർജുനന് ഒന്നും സംഭവിക്കാതിരിക്കാൻ, അർജുനന്റെ പ്രൊട്ടക്ഷൻ അർജുനനേക്കാൾ കൂടുതൽ കൃഷ്ണനാണ് ആഗ്രഹിക്കുന്നത്. അതാണ് ഭഗവാന്റെ കാരുണ്യം. ഭഗവാന്റെ ഭക്തരുടെ പ്രൊട്ടക്ഷൻ ഭഗവാന്റെ ഭക്തര് ചിന്തിക്കുന്നില്ല. കാര്യം ഭഗവാന്റെ ഭക്തർ പൂർണ്ണമായിട്ടും ഭഗവാനെ ആശ്രയിച്ചുകൊണ്ടിരിക്കുകയാണ്, കൃഷ്ണനെ ആശ്രയിക്കുകയാണ്, പൂർണ്ണമായിട്ടും ശരണം പ്രാപിച്ചിട്ടുള്ളവരാണ്. അവര് ബോധേഡല്ല. എന്നാൽ കൃഷ്ണൻ ബോധേഡാണ്. എന്റെ ഭക്തരുടെ സംരക്ഷണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതാണ്. അതേപോലെ തന്നെ നമ്മൾ ശ്രീ ഗുരുവിനെ സ്തുതിക്കുമ്പോൾ, ശുദ്ധ ഭക്തരെ സ്തുതിക്കുമ്പോൾ, ആചാര്യന്മാരെ സ്തുതിക്കുമ്പോൾ ആക്ച്വലി അത് ഭഗവാന് കൊടുക്കാവുന്ന ഏറ്റവും വലിയൊരു ഗിഫ്റ്റാണ്. ഒരുപാട് അദ്ദേഹത്തിന്, നമ്മൾ ഭഗവാനെ ഗ്ലോറിഫൈ ചെയ്യുന്നേക്കാൾ കൂടുതൽ ഭഗവാൻ ആനന്ദം കിട്ടുന്നത് ഭഗവാന്റെ ശുദ്ധ ഭക്തരെ ഗ്ലോറിഫൈ ചെയ്യുമ്പോഴാണ്. ഈ ഒരു ഫാക്ട് നമ്മൾ എപ്പോഴും ഓർത്തു വെക്കണം. അതുകൊണ്ട് തന്നെ നമ്മൾ
ആവിർഭാവ തിരോഭാവ തിഥികളിൽ നമ്മുടെ ആചാര്യന്മാരുടെ അന്നത്തെ ദിവസം ആചാര്യന്മാരുടെ അവരുടെ ഗ്ലോറീസ് ആയിരിക്കും നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്, അല്ലെ, ചർച്ച ചെയ്യുന്നത്. അത് ആക്ച്വലി അങ്ങനെയുള്ള ഗ്ലോറിഫിക്കേഷൻ ഒക്കെ ഒരുപാട് സന്തോഷം കൊടുക്കുന്നു. കൃഷ്ണൻ ഭഗവാൻ സന്തോഷം കൊടുക്കും തീർച്ചയായിട്ടും. അദ്ദേഹത്തെ ഗ്ലോറിഫൈ ചെയ്യുമ്പോൾ ഉള്ള അദ്ദേഹം ആക്സെപ്റ്റ് ചെയ്യും, അദ്ദേഹം ഹാപ്പിയാണ്. നമ്മുടെ ഭാവം ശരിയാണെങ്കിൽ അദ്ദേഹം അത് ക്ലിയർ ആയിട്ട് ആക്സെപ്റ്റ് ചെയ്യുന്നു, സന്തോഷമുണ്ട്. എന്നാൽ അതിനേക്കാൾ കൂടുതൽ അദ്ദേഹം ആഗ്രഹിക്കുന്നത് എൻ്റെ ഭക്തരെ നിങ്ങൾ ആരാധിക്കൂ, അങ്ങനെയാണെങ്കിൽ എനിക്ക് നിങ്ങളെ ഒരുപാട്. അതാണ് ഭഗവാൻ പറയുന്നത്. എൻ്റെ ആദി പുരാണത്തിൽ ഒരു ശ്ലോകത്തിൽ പറയുന്നത്, എന്റെ ശരിക്കുള്ള ഭക്തർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്നെ ആരാധിക്കുന്നവരല്ല, എൻ്റെ ഭക്തരെ ആരാധിക്കുന്നവരാണ് എൻ്റെ ഏറ്റവും പ്രിയപ്പെട്ടവർ. അതാണ് പറയുന്നത്. പിന്നെ അതേപോലെ ഭാഗവതത്തിലും പറയുന്നുണ്ട്, എല്ലാ ശാസ്ത്രങ്ങളിലും പറയുന്നുണ്ട് ഭഗവാൻ ഇതേ കാര്യം തന്നെ. അപ്പോൾ അതുകൊണ്ട് ഭീഷ്മ പിതാമഹൻ ഓർക്കുന്നു, കൃഷ്ണന് ഏറ്റവും കൂടുതൽ സന്തോഷം കിട്ടും ഗോപികമാരെ കുറിച്ച് പറയുമ്പോൾ. അങ്ങനെ അദ്ദേഹം ഓർക്കുന്നു, ഗോപികമാരെയും ഓർക്കുന്നു. ഭീഷ്മ പിതാമഹനും ഗോപികമാരെ ഓർത്തുകൊണ്ട് അവരുടെ പാദങ്ങളിൽ നമസ്കരിക്കുന്നു. ഒന്ന് ആലോചിച്ച് നോക്കും, ഭീഷ്മ പിതാമഹനെ പോലുള്ള ഒരു വരിഷ്ഠനായിട്ടുള്ള ഭക്തൻ, അദ്ദേഹം ഗോപികമാരുടെ കാരുണ്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. അവരുടെ ആ സ്നേഹം, ആ കൃഷ്ണനോടുള്ള സ്നേഹത്തിൽ പ്രേമത്തിന്റെ ഒരു അംശം എനിക്കും കിട്ടുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു എന്ന് അദ്ദേഹം അവസാന സമയത്ത് ഓർത്തുകൊണ്ട് പറയുവാണ്. അതാണ് ഇവിടെ ഈ ശ്ലോകത്തിൽ പറയുന്നതും ഭാവാർത്ഥ ശില പ്രഭുപാദി പറയുന്നതും. ഗോപികമാരുടെ സ്ഥാനം നമുക്ക് ഒരിക്കലും കമ്പയർ ചെയ്യാൻ സാധിക്കില്ല വേറെ ആരുമായിട്ട്. തീർച്ചയായിട്ടും ഇപ്പോൾ ശാസ്ത്രങ്ങൾ പറയുന്നു, ഭക്തിരസാമൃതസന്ധം പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, ഇവരുടെ സ്നേഹത്തെ കാമാനുക ഭക്തി എന്ന് പറയും. അപ്പോൾ അവിടെ കാമം എന്ന് ഉദ്ദേശിക്കുന്നത് ഈ ലോകത്തിലുള്ള കാമമല്ല. അപ്പോൾ അവിടെ ആചാര്യന്മാര് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, കാമം എന്ന് എന്തുകൊണ്ട് പറയുന്നു, അങ്ങനെ ഒരു വേർഡ് കൊടുത്തിട്ടുള്ളത് വേറെ ഒന്നും കൊണ്ടല്ല. സ്നേഹം, പ്രേമം, രതി എന്നൊക്കെ പറയുമ്പോൾ അത് എല്ലാ രസങ്ങളിലും, വാത്സല്യരസത്തിലും വാത്സല്യരസത്തിലും സഖ്യരസത്തിലും ഒക്കെ ഓൾറെഡി വരുന്നുണ്ട്. ഇപ്പോൾ രാധാറാണി മുതിർന്ന വ്രജഗോപികമാർക്കും യശോദമായ്ക്കും ഒക്കെ ഉള്ള സ്നേഹം വാത്സല്യഭാവത്തിലുള്ളത്, അവിടെയും പ്രേമമുണ്ട്, സ്നേഹമുണ്ട്. സോ പ്രേമം, സ്നേഹം എന്നുള്ള വാക്കുകളൊന്നും ഉപയോഗിക്കാൻ സാധിക്കില്ല. ഇപ്പൊ എന്തെങ്കിലും ഡിഫറൻഷിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്, ഗോപികമാരുടെ സ്നേഹത്തിന്റെ ആ ഒരു ഇന്റൻസിറ്റി കൂടുതലായതുകൊണ്ട് അതിനെ ഒന്ന് വേർതിരിക്കാൻ വേണ്ടിയിട്ടാണ് കാമം എന്നുള്ള വാക്ക് അവിടെ ഉപയോഗിക്കുന്നത്. അപ്പൊ കാമാനുക ഭക്തിയും അതേപോലെ തന്നെ ഈ കാമാനുക ഭക്തി എന്ന് പറയുന്ന രീതിയിലാണ് ഗോപികമാരുടെ സ്നേഹത്തെ രൂപഗോസ്വാമി ഡിഫൈൻ ചെയ്യുന്നത്. കാര്യം രണ്ടിനും വേർതിരിക്കാൻ വേണ്ടി. കാര്യം സാധാരണ ഭക്തർക്ക് അല്ലെങ്കിൽ മറ്റുള്ള ഭക്തർക്കുള്ള ആ ഒരു സ്നേഹം പോലെയല്ല, ഇവരുടെ ഇന്റൻസിറ്റി കൂടുതലാണ്. സോ അങ്ങനെയും ഒരു ക്ലാസിഫിക്കേഷൻ കേൾക്കണം. അപ്പൊ അതുകൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്ന, നമ്മളെ ഈ ലോകത്ത് പറയുന്ന കാമവും അതീന്ദ്രിയ ലോകത്തിലെ അല്ലെങ്കിൽ ഗോലക വൃന്ദാവനത്തിലെ ഗോപികമാരുമായിട്ടുള്ള സ്നേഹത്തിൽ കാമം എന്ന് പറയുന്ന, ചിലപ്പോൾ നമ്മൾ ഈവൻ ശ്ലോകങ്ങളിലും കേൾക്കാം കാമം എന്നുള്ള വാക്ക് ഉപയോഗിക്കുന്നത്. പക്ഷെ കാമം എന്ന് പറയുന്നത് ഭൗതിക തലത്തിലുള്ള കാമമേ അല്ല, രണ്ടും ടോട്ടലി ഓപ്പോസിറ്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ്. അതാണ് ആ ഒരു കാര്യം കൊണ്ട് നമ്മൾ ഓർക്കണം. പിന്നെ ഇവര് നമ്മളുടെ റിലേഷൻസ് ഒരിക്കലും സാധാരണ ഒരു പുരുഷനും സ്ത്രീയും പോലെയുള്ള റിലേഷനേ അല്ല. നമ്മളെ ഓൾറെഡി അത് നേരത്തെ പറഞ്ഞു. ഗോലോക വൃന്ദാവനത്തില് അതീന്ദ്രിയ ലോകത്തിൽ ഭഗവാന്റെ വിസ്തരണങ്ങളാണ് പുരുഷന്മാര്, അതേപോലെ രാധാറാണിയുടെ വിസ്തരണങ്ങളാണ് ഗോപികമാരൊക്കെ, അല്ലെ? നമ്മൾ ഇത് പറഞ്ഞു. അതെന്തുകൊണ്ട് പറയുന്നു വെച്ചാൽ, അവിടെ ഒരു അവിഹിതം എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റ് ഇല്ല. അത് ആക്ച്വലി ഈ ലോകത്തെ കൺസെപ്റ്റ് ആണ്. അവിടെ അങ്ങനെ ഒരു സംഭവമില്ല. അവിടെ എല്ലാം ഭഗവാന്റെ സർവീസസിന് വേണ്ടി, ലീലകളുടെ ഭാഗമായിട്ട് ഭഗവാനെയും രാധാറാണിയും സേവിക്കാൻ വേണ്ടിയിട്ട് അവസരങ്ങൾ കൊടുക്കുവാണ് ഇതേപോലുള്ള ഭക്തർക്ക്. അവര് പല രീതികളിലും പല ഭാവങ്ങളിലും പല രസങ്ങളിലും ഭഗവാനെയും രാധാറാണിയും സേവിക്കുന്നു. അപ്പോൾ അതിനുവേണ്ടി അവർ തന്നെ ചൈതന്യ ചരിതാമൃതം ക്ലിയർ ആയിട്ട് പറയുന്നു, മറ്റുള്ള ഗ്രന്ഥങ്ങളും ക്ലിയർ ആയിട്ട് പറയുന്നുണ്ട്. അപ്പോൾ ഇവിടെ നിന്ന് ക്വാളിഫൈഡ് ആയിട്ട് പോകുന്ന ഭക്തർക്കും ചിലവർ അങ്ങനെയുണ്ട്. സാധന സിദ്ധർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പോൾ ഈ ലളിത വിശാഖ സഖിമാരൊക്കെ അവർ ഓൾറെഡി ഗോലക വൃന്ദാവനത്തിലുള്ളവരാണ്. അവരൊരിക്കലും ഇവിടുത്തെ ആളുകളല്ല. അവരുടെ ആ സ്ഥാനം നഷ്ടപ്പെട്ട് ഇവിടെ വന്ന് പിന്നെ വീണ്ടും പോയവരല്ല. ഓൾറെഡി അവരുണ്ട് അവിടെ. രാധാറാണിയും കൃഷ്ണനും മറ്റുള്ള ഒരുപാട് സഖിമാരും സഖാക്കന്മാരും ഒക്കെ
അവരെ പറയുന്നത് രാഗാത്മിക ഭക്തർ എന്ന് പറയും. ഓൾറെഡി വൃന്ദാവനത്തിലെ കൃഷ്ണന്റെ നിത്യസിദ്ധരായിട്ടുള്ളവരാണ്. എന്നാൽ ചിലവർ സാധന ചെയ്തുകൊണ്ട് നമ്മൾ ക്വാളിഫൈഡ് ആയിട്ട് അങ്ങോട്ട് പോകുന്നവരുണ്ട്. ഫോർ എക്സാമ്പിൾ, നമ്മൾ ഓരോരുത്തരും ഭൗതിക ലോകത്തിലിരിക്കുന്നവരാണ്. നമുക്ക് അവിടെ പോകാനുള്ള ചാൻസ് കിട്ടുവാണെങ്കിൽ നമ്മളെ സാധന സിദ്ധർ എന്ന് പറയുന്നത്. നിത്യസിദ്ധരല്ല നമ്മൾ ആക്ച്വലി, ബിക്കോസ് അവിടെയുള്ളവർ ഓൾറെഡി അവിടെയുണ്ട്. ഇവിടുന്ന് അവിടെ പോയി കഴിഞ്ഞാലും നമ്മൾ ഭഗവാന്റെ സർവീസിൽ ഇരിക്കുന്ന സമയത്തും അവിടെയും ഒരു ഹൈറാർക്കിയിലുണ്ട്. അപ്പോൾ നമ്മുടെ മുകളിൽ നിത്യസിദ്ധരായിട്ടുള്ള രാഗാത്മിക ഭക്തര് ഓൾറെഡി ഉണ്ട്. അപ്പൊ അവരെ അനുഗമിക്കുക എന്നുള്ളതാണ് നമ്മുടെ ജോലി. അപ്പോൾ ആ ഒരു കാര്യത്തിൽ തന്നെ നമുക്കെല്ലാം എല്ലാവിധ ആനന്ദവും അല്ലെങ്കിൽ ഭക്തിയുടെ ആ കൃഷ്ണപ്രേമം എന്ന് പറയുന്നതൊക്കെ നമുക്കും അവരെ അനുഭവിക്കുന്ന പോലെ തന്നെ അനുഭവിക്കാം. എന്നാലും അവിടെ ഒരു ഹൈറാർക്കി ഉണ്ട് എന്നുള്ളതും നമ്മൾ ഓർക്കുക. അതാണ്. യെസ്, ഓക്കെ. ഇത്രയും പറഞ്ഞുകൊണ്ട് നമുക്കിവിടെ അവസാനിപ്പിക്കാം. 40ാമത്തെ ശ്ലോകം. ഹരേ കൃഷ്ണ. श्रील प्रभुपाद की जय, श्रील गुरुदेव की जय, श्रीमद् भागवतम की जय, गौड़ी गुरुवृंद की जय, श्री वृंदावन धाम की जय, जय जय श्री राधे श्याम. थैंक यू. രാധേ രാധേ. കൃഷ്ണ പ്രഭുജി പ്രണാം. ഭീഷ്മ പ്രേയർ ചൊല്ലുന്നില്ലേ പ്രഭുജി? സമയമുണ്ടോ? സമയമുണ്ട് പ്രഭു. ഓക്കെ. എല്ലാ ക്ലാസ്സിലും ചൊല്ലാറുണ്ടോ? ഇല്ല പ്രഭു. ഓക്കെ ഓക്കെ ഓക്കെ. ടൈം ഉണ്ടെങ്കിൽ നമുക്ക് ചെയ്യാം. നോ പ്രോബ്ലം. श्री भीष्मोवाच इति मतिरूपकल्पिता पिता वितृष्णा भगवति सात्वतपुङ्गवे विभुम्नि स्वसुखमुपगते क्वचित् विहर्तुं प्रकृतिमुपेयुषि यद्भवा प्रवाहा त्रिभुवनकमनं तमालवर्णं रविकरगौरवराम्बरं दधाने वपुरलगकुला वृदाननाब्जं विजयसखेरतिरस्तु मे नवद्या युदितुरगरजो विधूम्रविश्व कचलुलिताश्रमवार्यलङ्कृतास्ये मम निशितशरेर्विभिद्यमाना त्वचि विलसत् कवचेस्तु कृष्णात्मा सपति सखिवचो निशम्य मध्ये निजपरयोर्बलयोरतं निवेश्या स्थितवती परसैनिकायुरक्ष्णा कृतवती पार्थ सखेरतिर्ममास्तु व्यवहितपृतनामुखं निरीक्ष्य स्वजनवधाद्विमुखस्य दोष बुद्ध्या कुमतिमहरदात्मा अविद्यया या शरणरति परमस्य तस्य मेस्तु स्वनिगमपहाय मत्प्रतिज्ञां ऋतमतिकर्तुमवप्लुतो रतस्ता दृढरथचरणोऽभ्ययाचलक्तो हरिरिव हन्तुमिभं गतो तरीया शीतविशिखहतो विशीर्णदंश क्षत च परिप्लुतवातता इनो मे
प्रसभमभिससार मद्वधार्तं स भवतु मे भगवान् गतिर् मुकुन्दा विजयरथकुटुम्ब आततोत्रे धृतहयरश्मिनितश्रिये क्षणीये भगवतिरतिरस्तु मे मुमुषु यमिह निरीक्ष्य हतागता स्वरूपम् ललितगतिविलासवल्गुहास प्रणयनिरीक्षणकल्पितो रुमाना कृतमनुकृतवत्य उन्मदान्धः प्रकृतिमकङ्किल यस्य गोपवद्वा मुनिगणनृपवर्य शङ्कुलेन्द सतसि युधिष्ठिरराजसूय येषाम् अर्हणमुपपेदा ईक्षणीयो मम दृशिगोचर एषा विरात्मा तमिममहमजं शरीरभाजां हृदि दिष्टिदमात्मकल्पितानां प्रतिदृशमिव नैकदार्कमेकं समधिगतोऽस्मि विदूदभेद मोहा हरे कृष्णा कृष्ण कृष्ण हरे 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 राम राम हरे 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 कृष्णा कृष्ण कृष्ण हरे 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 राम 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 हरे हरे। श्री भीष्म स्तुति की जाए, श्री भीष्म पितामहन की जाए। हरे कृष्णा। थैंक यू। Thank you, Prabhu. Thank you so much. Hare Krishna. Thank you, Prabhuji. Hare Krishna. Thank you. हरे कृष्णा। प्रणाम। Krishna Prabhu Sadhana Pranam. हरे Hare कृष्णा Krishna. प्रणाम Krishna Prabhuji. Hare कृष्ण प्रभु हरे प्रणाम कृष्णा कृष्णा प्रभु प्रणाम हरे कृष्णा हरे कृष्णा। प्रणाम। हरे कृष्णा। थैंक यू। ഹരേ കൃഷ്ണ പ്രഭു, താങ്ക് യു സോ മച്ച് പ്രഭു. हरे സൂപ്പർ ക്ലാസ് कृष्णा। ആയിരുന്നു പ്രഭു. അവസാനത്തെ പ്രയർ അതിഗംഭീരം പ്രഭു. താങ്ക് യു സോ മച്ച് പ്രഭു. ഹരേ കൃഷ്ണ. कृष्ण हरे प्रभु कृष्णा। जी हरे हरे कृष्णा। പ്രഭു प्रणाम നല്ല प्रभु जी ക്ലാസ് ആയിരുന്നു പ്രഭു പ്രഭു നല്ല നല്ലപോലെ പറഞ്ഞു ഗീതം കേട്ടിട്ട് ഹരേ നല്ല കൃഷ്ണ രസമുണ്ട്. ഹരേ കൃഷ്ണ വളരെ പ്രഭു. നല്ല നന്ദി പ്രഭു ക്ലാസ്. പ്രഭു ഹരേ കൃഷ്ണ പ്രഭു हरे कृष्णा। ഹരേ കൃഷ്ണ പ്രഭുജി നല്ല ക്ലാസ് ആയിരുന്നു, വളരെ നല്ല ക്ലാസ് ആയിരുന്നു, പലതും മനസ്സിലാക്കാൻ പറ്റിയിരുന്നു. ഹരേ കൃഷ്ണ. शिल गुरुदेव की, शिला प्रभुपाद की, गौर भक्त वृंद की। थैंक यू। वंशा Hare Krishna. कल्पतरुभ्यश्च Hare Krishna. Kripa sindhu bhakta Jnana Bhavane पतितानां Vaishnavebhyo. पावनेभ्यो वैष्णवेभ्यो नमो नमः। श्रील प्रभुपाद। थैंक यू। हरे बोल। Jai. Thank you so much, Prabhu. Hare Krishna. Hare Krishna. Pranam. हरे कृष्णा। थैंक यू। Close ചെയ്തോട്ടെ പ്രഭു. Hare Krishna Prabhu. Hare Krishna.